ദൃശ്യവാക്യത്തിൽ കേട്ടിട്ടില്ലേ? തന്റെ വാദം ആദ്യം പറയുന്നവൻ എല്ലാം പറയുന്നത് ശരിയെന്ന് തോന്നുന്നു, പക്ഷെ അവന്റെ പ്രതിയോഗി ഒന്ന് പരിശോധിക്കുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ മനസ്സിലാക്കുന്നത്. ആ പ്രതിയോഗി വന്നിരിക്കുന്നു. ഒരു വക്കീൽ ആദ്യം ജഡ്ജിയോട് പറയുമ്പോൾ എല്ലാം ശരി, അടുത്ത വക്കീൽ പറയുമ്പോഴാണ് ആദ്യം പറഞ്ഞില്ല പൊള്ളത്തരം വെളിപ്പെടുന്നത്. രഹസ്യമായിരുന്ന ചതി പരസ്യമായി. ഇത്രയും നാളെ ദൈവരാജ്യം മറച്ചു വെച്ചിരുന്നത് രഹസ്യത്തിലായിരുന്നു. ഇപ്പൊ പരസ്യമായി പറഞ്ഞു. ഞങ്ങളിത് പറയാത്തതിന്റെ കാരണം ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല. രണ്ടാമത്തെ ക്ലെയിം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു സ്വർഗാരോപണം ചെയ്ത ശേഷം അപ്പോസ്തലന്മാർ ദൈവരാജ്യം പ്രസംഗിച്ചതിന് തെളിവില്ല. അപ്പോ ബൈബിൾ കോളേജിൽ ഇല്ലാത്തത് ഞങ്ങൾ പ്രസംഗിക്കാത്തതിന്റെയും കാര്യം ബോധ്യപ്പെടുത്തിയില്ലേ? അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. എങ്ങനെയാണ് രഹസ്യമായിരുന്ന ചതി പരസ്യമായത്? ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളത് അല്ല. പരസ്യമായില്ലേ? രഹസ്യമായി ഇതുവരെ വെച്ചോണ്ടിരുന്നത് പരസ്യമായില്ലേ? ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല. കേട്ടിട്ട് ഞെട്ടിയോ? അതായത് നമ്മുടെ അപ്പനോടുകൂടെ നമുക്ക് അറിവില്ലാത്ത സർവപ്രപഞ്ചത്തിന്റെ ഉടയവനായ അത്യുന്നതനായ താൻ മാത്രം അമൃത്യതയുള്ള അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്ന സ്നേഹനിധിയായ പിതാവിനോടുകൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ഇൻവിറ്റേഷനായ സുവിശേഷത്തിന്റെ പേരാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അപ്പൊ നിങ്ങൾക്ക് രക്ഷയുടെ സുവിശേഷമോ? ആ രക്ഷയുടെ സുവിശേഷം ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലുള്ള സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ്. യേശു ക്രിസ്തു താൻ വന്നപ്പോൾ പ്രസംഗിച്ച ദൈവരാജ്യം, തന്റെ 3.5 വർഷത്തെ ഏകദേശം 3.5 വർഷത്തെ ശുശ്രൂഷയിൽ മുഴുവൻ പ്രസംഗിച്ച ദൈവരാജ്യം, താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പ്രസംഗിച്ച ദൈവരാജ്യം, ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും പ്രസംഗിച്ച ദൈവരാജ്യം. ശ്രദ്ധിച്ചേ, അന്ന് മുതൽ യേശുവിന്റെ ആദ്യ പ്രസംഗം, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുന്നത് പ്രസംഗിച്ചു തുടങ്ങി. യേശു ക്രിസ്തുവിനെ അയച്ചതാണ് സ്വർഗസ്ഥ പിതാവ്. തന്റെ ഹെഡായ, തന്റെ തലയായ ക്രിസ്തുവിന്റെ തല ദൈവം, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് തന്നെ അയച്ചതാണ്. എല്ലാം ഗോഡ് ഫാമിലിയിലാണ്, ഗോഡ് ക്ലാസ് ആണ്. ഹല്ലേലൂയ. തന്റെ പുത്രൻ ഗോഡ് ക്ലാസ് ആണ്. ആ ഗോഡ് ക്ലാസ്സിലുള്ള, അതായത് ഒരു മനുഷ്യന്റെ പുത്രൻ മനുഷ്യനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പുത്രൻ ദൈവമാണ്. ആ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് എന്തിനാണ് അയച്ചത്? ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലയോ, അതിനായിട്ടല്ലേ ഞാൻ അയച്ചിരിക്കുന്നത്. അപ്പൊ തന്റെ സുവിശേഷം ദൈവരാജ്യ സന്ദേശമായിരുന്നു. ഇതാ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയാണ്, ഇതാ ഇനി നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നേക്കണേ? എന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ്, പിതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കണേ. അവിടെ നിങ്ങളുമായി ഭക്ഷണം കഴിക്കുന്ന സമയം വരെ ഇനി ഞാൻ മുന്തിരികളുടെ അനുഭവത്തിൽ ഞാൻ കുടിക്കുകയില്ല. കാരണം ഇനി എന്റെ അടുത്ത പ്രധാന സന്തോഷ വേള എന്ന് പറയുന്നത് നിങ്ങളെ കുടുംബത്തിൽ എത്തിക്കുമ്പോഴാണ്. ദൈവരാജ്യ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അപ്പോ താൻ മരിച്ചുയർത്തതിന് ശേഷവും 40 ദിവസം തനിക്ക് ഭൂമി കിട്ടിയത്, ആ 40 ദിവസവും പറഞ്ഞത് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇതാ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. അപ്പോ ഇവിടെ പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്, ദൈവരാജ്യ സുവിശേഷം. അപ്പൊ യേശു ഇല്ലേ? യേശു അതിന്റെ ഉള്ളിലുണ്ട്. ദൈവരാജ്യ സുവിശേഷം എവിടെ പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ യേശു ഉണ്ട്. പക്ഷെ യേശുവിനെ പറഞ്ഞാൽ ദൈവരാജ്യ സുവിശേഷം ഉണ്ടാകണമെന്നില്ല. യേശുവിനെ പറഞ്ഞ് ലോകത്തിലെ നന്മകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞാൽ അതിലേക്കുള്ള ഏക വഴിയായ കർത്താവായ യേശു അവിടെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കുക. അടുത്ത അദ്ദേഹത്തിന്റെ ക്ലെയിം, യേശു ക്രിസ്തു സ്വർഗാരോപണം ചെയ്ത ശേഷം അപ്പോസ്തലന്മാർ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞതിന് തെളിവില്ല. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഫിലിപ്പോസ് പ്രസംഗിക്കുന്നത് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും. അപ്പൊ ദൈവരാജ്യം വന്നാൽ ഉള്ളിൽ ആരുണ്ടാവും? ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയിച്ചിരിക്കും. പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോ തനിക്ക് ജാതികളുടെ ശുശ്രൂഷയാണ് കിട്ടിയിരിക്കുന്നത്. താൻ അവരോട് ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ അങ്ങ് വളരെ വ്യക്തതയോടെ കണ്ടമാനം പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് ഇറക്കി വിട്ട ഈ സന്ദേശം ദൃശ്യവാക്യത്തിൽ കേട്ടിട്ടില്ലേ? തന്റെ വാദം ആദ്യം പറയുന്നവൻ എല്ലാം പറയുന്നത് ശരിയെന്ന് തോന്നുന്നു, പക്ഷെ അവന്റെ പ്രതിയോഗി ഒന്ന് പരിശോധിക്കുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ മനസ്സിലാക്കുന്നത്. ആ പ്രതിയോഗി വന്നിരിക്കുന്നു. ഒരു വക്കീൽ ആദ്യം ജഡ്ജിയോട് പറയുമ്പോൾ എല്ലാം ശരി, അടുത്ത വക്കീൽ പറയുമ്പോഴാണ് ആദ്യം പറഞ്ഞില്ല പൊള്ളത്തരം വെളിപ്പെടുന്നത്. ശ്രദ്ധിച്ചേ, അങ്ങനെയെങ്കിൽ അങ്ങ് പറഞ്ഞ തെറ്റല്ലേ? ഞാൻ നന്നായി പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്, ഒരു തെളിവുണ്ടെങ്കിൽ കൊടുക്കാൻ. തെളിവ് തന്നത് കണ്ടോ? അപ്പോസ്തലപ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു ദൈവരാജ്യം 40 ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു. ഫിലിപ്പോസ് ദൈവരാജ്യം പ്രസംഗിച്ചു, അതിന്റെ ഉള്ളിൽ ക്രിസ്തു.
പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു, അതിന്റെ ഉള്ളിൽ ക്രിസ്തു. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, നാം ഇളകാത്ത രാജ്യം പ്രാപിക്കും. യാക്കോബ് പറയുന്നു, ഇതാ ഇതിനു വേണ്ടി നാം വളരെ ശ്രദ്ധയോട് ജീവിക്കണം, ദൈവരാജ്യ അവകാശം. പത്രോസ് പറയുന്നു, ഇങ്ങനെ ചെയ്താൽ ആ രാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി ഉണ്ടാകും. ഇനി ശ്രദ്ധിച്ച് മത്തായി 20:34 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ. യേശു ക്രിസ്തു എന്ത് പറയുമ്പോഴും പിതാവുണ്ട് കേട്ടോ, പിതാവിനെ ഒഴിവാക്കിയാൽ. നമ്മുടെ പ്രീച്ചിങ്ങിലെ ഗ്രീറ്റിംഗ്സിൽ പോലും പിതാവില്ല. യേശുവിന്റെ അവധി വന്നത്, യേശുവിന് എന്ത് പറഞ്ഞാലും പിതാവുണ്ട്. എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവർ ലോക സ്ഥാപനത്തിന് മുമ്പ് വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവാൻ. ഇതാണ് ന്യായവിധിയിൽ നടക്കുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായും ദൈവശക്തിയാകുന്നുവല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ഓർഡർ എങ്ങനെയാ? ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഇതാണ് യേശു പറഞ്ഞത്. എനിക്കും ആ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആടിന്റെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറയുമ്പോ തന്നെ യേശു പറയുന്നുണ്ട്, ഇപ്പൊ അത്രേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ. ഇത് കൂടാതെ വേറെ ആട്ടിൻകൂട്ടം എനിക്കുണ്ട്, ഞാൻ അവരെയും ചേർക്കേണ്ടതാവുന്നു. അങ്ങനെ ഈ 2 ആട്ടിൻകൂട്ടം കൂടി ഒന്നായി ഞാൻ അവരെ നയിക്കേണ്ടതാവുന്നു. ഇതൊക്കെ ഒന്ന് പറഞ്ഞത് വായിച്ചു കേട്ടിട്ടില്ല? ഇവർ ഒന്നാകണം. ക്രൂശിൽ വെച്ച് യഹൂദന്മാരെയും, എഫെസ്യർ 2, യഹൂദന്മാരെയും യവനന്മാരെയും ഒന്നാക്കി തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ക്രിസ്തയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. നാം എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നായി ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. വചനം പറയാൻ നിങ്ങൾ തപ്പിയെടുത്ത് മൊത്തം വചനമായി പറഞ്ഞു. മൊത്തം ദൈവരാജ്യം പറഞ്ഞേ പറ്റും. മത്തായി 24:14 രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കപ്പെടും. അതോടെ യുഗം തീരും. യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഭരണം തുടങ്ങും. ആ ഭരണത്തിൽ കുഞ്ഞേ ദൈവത്തിനെ അങ്ങൂടി ഉണ്ടാകണം. വെളിപ്പാട് പുസ്തകത്തിലെ 7 ചർച്ചുകൾ യവന ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ ഏഷ്യ മൈനറിലെ, ജെറുസലേമിലല്ല, ഏഷ്യ മൈനറിലെ ആർതെമിസ് ദേവിയെയും മറ്റു വിഗ്രഹങ്ങളെയും ആരാധിച്ച് നടന്ന ജാതികളുടെ ഇടയിൽ ഉണ്ടായ ചർച്ചകൾ, അവിടെ യവനന്മാർക്കാണ് മെജോറിറ്റി. അവരോടാണ് സംസാരിക്കുന്നത്. അവരോട് യേശു പറയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വേട്, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് കിങ്ഡം വിഭാഗിച്ച് തരും. അപ്പൊ യവനന്മാർക്ക് കിങ്ഡം ഇല്ലേ? ജീസസ് വർക്ക് എന്ന് പറയുന്ന ആദ്യ ഭാഗം കണ്ടോ? കാൽവരി ക്രൂശിലെ യാഗം, നമ്മൾ ജയിലിൽ കിടക്കുന്നു, ലോകത്തിന്റെ തടവറ, കാൽവരി ക്രൂശിലെ യാഗം. ഇതാണ് രക്ഷയുടെ സുവിശേഷം. ഇതിന് നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്ക് സൗജന്യമാണ്. യേശു വില കൊടുത്തത് കൊണ്ട് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ അവിടുന്ന് ആ ലോകം എന്ന ജയിലിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. എക്സ്പ്ലനേഷൻ ഒക്കെ അടുത്ത സന്ദേശത്തിൽ ദൈവം അനുവദിക്കുന്നത്. മോചിപ്പിച്ചു. ഇതാ യേശു 25 പ്രാവശ്യത്തിലധികം എന്നെ അനുഗമിക്കുന്നു പറഞ്ഞ യേശുവിനെ അനുഗമിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? ദൈവരാജ്യം എന്ന പിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ യാത്ര. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടില്ല, ജയിച്ചാലും. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റുള്ള എല്ലാവരെയും വരുംകാല ദൈവരാജ്യം യേശു ക്രിസ്തുവിലൂടെ അലങ്കരിക്കുവാനുള്ള ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ വെളിയിലായിരിക്കുന്നവരെയും യേശു ക്രിസ്തുവിലേക്ക് ചേരുവാൻ, അതുവഴി സ്വർഗീയ പിതാവുമായി ഒന്നാകുവാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. UHNGയിലേക്ക്, യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ് എന്ന യൂണിവേഴ്സിലെ ഏറ്റവും പ്രബലമായ കിങ്ഡത്തിലേക്ക് നിങ്ങളെ ഏവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇതാ സ്വാഗതം ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, സാധാരണ നമ്മളുടെ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഒരുക്കത്തിൽ നെഹമ്യാവിന്റെ മതിൽ പണി പോലെയാണ്. ഒരു കൈയിൽ വാളും ഒരു കൈയിൽ പണിയായുധവും എന്നതുപോലെ. കാരണം പണിയാൻ തുടങ്ങുമ്പോൾ ശത്രുക്കൾ വരും, അപ്പോൾ വാളുകൊണ്ട് വെട്ടി ഓടിക്കണം. അപ്പൊ സാധാരണഗതിയിൽ നമ്മളുടെ സാറ്റർഡേ ബൈബിൾ ക്ലാസ് പലപ്പോഴും ആയുധം എടുക്കേണ്ടതാണ്, വാളുകൊണ്ട് വെട്ടി ഓടിക്കേണ്ടതാണ്.
എന്നാൽ സൺഡേ ശുശ്രൂഷയിൽ നമ്മളുടെ അകത്ത് ക്രിസ്താനുരൂപനായ ഒരു മനുഷ്യനെ, ദൈവപുത്രനെ, ദൈവരാജ്യത്തിന്റെ പണി, ആ ദേവാലയത്തിന്റെ പണി നമ്മുടെ ഉള്ളിൽ നടത്തുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പൊ ഇന്നും അതേ രീതിയിൽ തന്നെ നിങ്ങളെ ദൈവത്തിന്റെ ആർമറുകൾ, എഫേസ്യ ലേഖനം 6:12 പറയുന്നത് പോലെ ദൈവത്തിന്റെ സർവായുധ വർഗം ഒന്ന് ധരിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ്, റെഡിയാക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. കാരണം ശത്രുവിന്റെ തീയമ്പുകളെ നമ്മൾ ചെറുക്കുന്നില്ല എങ്കിൽ, നമ്മൾ തടയുന്നില്ല എങ്കിൽ, നമ്മൾ ആ തീയമ്പുകളിൽ തട്ടി വിശ്വാസത്യാഗത്തിലേക്ക് വീണു പോകാനിടയാകും. കാരണം ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുറകിലേക്ക് പോയാൽ പിന്നെ മുന്നോട്ട് കയറാൻ പറ്റും. കാരണം കർത്താവ് യേശു കാണാതെ പോയതിനെ അന്വേഷിച്ച് പിതാവ് അയച്ചു, അവരെ കണ്ടു കിട്ടി, തന്റെ ദൈവരാജ്യത്തിന്റെ വചനം നമുക്ക് കൊടുത്തു, അവരത് സ്വീകരിച്ചു. അതിന്റെ അർത്ഥം കലപ്പയ്ക്ക് കൈവച്ചു. കർത്താവ് പറയുന്നത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് പോകുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ചർച്ചിന് കൊള്ളായിരിക്കാം, കൊയർ ഗ്രൂപ്പിന് കൊള്ളാമായിരിക്കാം, മറ്റു പല പല കാര്യങ്ങളും കൊള്ളാമായിരിക്കും, പക്ഷെ ദൈവരാജ്യത്തിന് കൊള്ളൂല്ല എന്നാണ് എന്റെ അഭിപ്രായമല്ല, രാജാക്കന്മാരുടെ രാജാവായ, ഭൂരാജാക്കന്മാരുടെ അധിപതിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ ആരും ശത്രുവിന്റെ തീയമ്പുകൾ ഏറ്റ് വിശ്വാസത്യാഗത്തിലേക്ക് പോകാതിരിപ്പാൻ നിങ്ങളെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ക്ലാസ്. കാരണം വളരെ എതിർപ്പുകൾ അനുഭവിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്തത്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിനെ യഥാർത്ഥത്തിൽ എതിർത്തത് അന്നത്തെ ദൈവമക്കളാണ്, യഹൂദന്മാരെന്ന് പറയും. യേശുക്രിസ്തു പറയുന്നുണ്ട്, പച്ചമരത്തോട് ഇങ്ങനെ ഉണങ്ങിയോടെ എത്രയധികം. ഇപ്പോ ഞാനും അനുഭവിക്കുന്ന ആ എതിർപ്പുകൾ യേശുവിന്റെ അതേ സന്ദേശം തുടരുന്നത് കൊണ്ട് ഞാനും അനുഭവിക്കുന്നത് ജാതികളിൽ നിന്നല്ല, ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന, ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നാണ്. ശ്രദ്ധിക്കുക, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ദ ട്രൂ മിനിസ്ട്രി എന്നുള്ളതാണ്. ഇതുപോലെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്കല്ല, എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു ഭാഗത്തുണ്ടാകും. അത് ട്രൂ മിനിസ്ട്രിയുടെ ഒരു സൈനാണ്, ഒരു സീലാണ്. അപ്പൊ അതിലൊന്നും ആരും തളർന്നു പോകരുത്. അപ്പൊ അതിന് നിങ്ങളെ എക്വിപ്പ് ചെയ്യാൻ തക്കവണ്ണം ഉള്ള ഒരു ക്ലാസ് ആണ്. ദൈവത്തിന്റെ സർവായുധവർഗം നിങ്ങളെ അണിയിപ്പിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ ചെയ്യും. അപ്പോ ഇവിടെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ആ സന്ദേശം, ആ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു വമ്പൻ ചതിയെ റിവീൽ ചെയ്യുന്നതാണ്. ചതി വമ്പൻ ചതി, ഒരു ചതിയെ റിവീൽ ചെയ്യുന്നതാണ്. യേശുക്രിസ്തു പറഞ്ഞതാണ് ഈ ചതി. ഇതുവരെ രഹസ്യമായിരുന്ന ചതി ഇപ്പൊ പരസ്യമായി. അടുത്ത് തന്നെ നിങ്ങളെ അത് അറിയുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, പിശാചും ദൈവവും തമ്മിലുള്ള, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ആ പോരാട്ടം നടക്കുന്നതിന്റെ ബാഹ്യ പ്രകടനവുമാണ് ഇന്ന് സഭകളിൽ, ലോകത്തിൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, അത് പിശാചും ദൈവവുമായിട്ടുള്ളൊരു യുദ്ധമാണ്. എന്നാൽ നമ്മളിലൂടെയാണ് അത് നടക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ്
ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമില്ല എന്നും പിശാചിനോടും അവന്റെ ദൂതന്മാരോടും ആണ് പോരാട്ടമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ച പിശാചിന്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുത്തി അവനെ കാൽക്കീഴിലാക്കുവാൻ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ പറയുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, ബലഹീനരായ വിശ്വാസികളായിരിക്കാതെ സത്യം അരക്കി കെട്ടിക്കൊണ്ട് വിശ്വാസിന്റെ പരിചയം എടുത്ത് ദൈവവചനമായ വാളും എന്തി പ്രാർത്ഥന എന്ന യുദ്ധക്കളത്തിൽ പോരാടുന്നവരായിരിക്കണം. അല്ലെങ്കിൽ പിശാച് ജയിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യർ ഉറങ്ങുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ശത്രു വന്ന് കള വിതയ്ക്കും. കള എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം വിതച്ചാൽ പിന്നെ ആ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ പൊങ്ങും, സത്യസന്ദേശത്തെ അത് മൂടിക്കും. അപ്പോ കഴിഞ്ഞ സമയങ്ങളിൽ പല ദൈവദാസന്മാരും എനിക്കെതിരെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ റിട്രീറ്റിന് ശേഷം ഏകദേശം 9 പേര് സ്നാനപ്പെട്ട ആ ശുശ്രൂഷയിൽ ഒരു പെന്തക്കോസ്ത് ദൈവദാസനും കുടുംബവും സ്നാനപ്പെട്ടത് അത് വീഡിയോയിലൂടെ പുറത്തു വന്നപ്പോ പെന്തക്കോസ്തുകാരെ മൊത്തം ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ, ഞാൻ കണ്ടിട്ടില്ല, ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എനിക്ക് വീഡിയോ അയച്ചു തന്നവരിലൂടെ എനിക്ക് മനസ്സിലായത്. 4 or 5 വീഡിയോ അടിക്കടി ഇതാ നമ്മുടെ മിനിസ്ട്രിക്കെതിരെ, സന്ദേശത്തിനെതിരെ, എനിക്കെതിരെ ഒക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് യൂട്യൂബ്. അദ്ദേഹം അത് ചെയ്യട്ടെ. അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചവർ ആരാണോ അവരെ അനുസരിച്ച് അദ്ദേഹം അത് ചെയ്യുന്നു. എന്നാൽ ഇവിടുത്തെ വിഷയം, അദ്ദേഹം നമുക്ക് ദൈവരാജ്യത്തിന് നന്മയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ദൈവരാജ്യ സുവിശേഷം ധാരാളമായി അനേകരുടെ അടുക്കിലെത്തും. ഞാൻ നമ്മളുടെ സഹോദരങ്ങളോട് പലരോടും പറഞ്ഞിട്ട് അവർക്ക് ഇത്രത്തോളം ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസവും ഓരോ വീഡിയോ ഇറക്കുക എന്ന് പറയുന്നത് വലിയ എഫേർട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യും. വിഷയം വീണ്ടും ചെയ്താട്ടെ. ദൈവം അതിനായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ ഒരു ഭാഗത്ത് നന്മയായിരിക്കുമ്പോൾ നിങ്ങളിൽ പല ബലഹീനർക്കും അത് ഒരുപക്ഷെ ശത്രുവിന്റെ തീയമ്പുകളായി മാറും. കാരണം അദ്ദേഹം പറയുന്ന സന്ദേശം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ശരിയാണെന്ന് തോന്നും. അവരതിലെ വീഴുവാനായിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം ദൈവസഭയ്ക്ക് ഉപകാരമാണ് ചെയ്തത്. കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി അപ്പോസ്തലപ്രവൃത്തി 20:29 പറയുന്നത് പോലെ, പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നിട്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുപോകുന്ന വിപരീത ഉപദേശം പ്രഖ്യാപിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോസ്തലന്മാർ പോയ ശേഷം സഭയിൽ വിപരീത ഉപദേശം കടന്നു വന്നു. യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്നുള്ള സുവിശേഷം സഭയിൽ നിന്ന് എടുത്തു മാറ്റി. ബൈബിൾ കോളേജിലെ സെമിനാരികളിൽ നിന്ന് മാറ്റി. ബൈബിൾ സ്കൂളുകളിൽ നിന്ന് മാറ്റി. സഭയിൽ പ്രസംഗത്തിൽ നിന്ന് മാറ്റി. പക്ഷേ ഇത് സാധാ വിശ്വാസികൾക്ക് അറിയില്ല. ഇതൊരു വമ്പൻ ചതിയായിരുന്നു. പക്ഷെ ആരും അറിഞ്ഞില്ല. ചതി എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. അതായത് യേശു പ്രസംഗിച്ച സുവിശേഷം സുവിശേഷ വേദികളിലില്ല, ബൈബിൾ സ്കൂളുകളിലില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നിറച്ച് സുവിശേഷമുള്ള എല്ലായിടത്തും. അതെ, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി പോലെ സുവിശേഷമില്ലാത്ത സുവിശേഷമാണ് ഇന്ന് ക്രിസ്ത്യ ലോകം മുഴുവൻ.
അതായത് യേശു പ്രസംഗിച്ച സുവിശേഷമില്ലാത്ത സുവിശേഷീകരണമാണ് ക്രിസ്തീയ ലോകം മുഴുവൻ. പിശാചിന്റെ ഒരു മെടുക്ക്. നമുക്ക് പോരാട്ടം അവനോടാണ്, നമുക്ക് പോരാട്ടം അവനോടാണ്, മനുഷ്യരോടല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവദാസന്മാരെ, നിങ്ങൾ ബൈബിൾ സ്കൂളിന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ അതില് ദൈവരാജ്യം എന്നുള്ളത് സിലബസിൽ കാണില്ല. ഇത് പഠിച്ച് കടന്നു വന്നൊരു വ്യക്തിത്വമാണ് ഞാൻ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇത് ആദ്യമേ പറഞ്ഞപ്പോ പലരും പറഞ്ഞൊരു കാര്യം, ചുമ്മാ അടിച്ചുവിടല്ലേ, തെളിവില്ലാതൊന്നും പറയരുത്. ഞാൻ അവരോട് പറഞ്ഞു, ഇത് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിത്വമാണ് ഞാൻ. നിങ്ങൾ ഫേമസ് യൂണിവേഴ്സിറ്റികളിൽ, അത് സെറാംപൂർ ആകട്ടെ, ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളാകട്ടെ, നിങ്ങൾ അവരുടെ BTH, BD ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രികൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സിലബസിൽ ദൈവരാജ്യം കാണുകയില്ല. ഇനി പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനുവേണ്ടി എളുപ്പ വഴി, നിങ്ങൾ അവിടെ എങ്ങും പോകണ്ട. നിങ്ങളുടെ കയ്യിലെ ഫോണില്, നിങ്ങളുടെ ലാപ്ടോപ്പില്, കമ്പ്യൂട്ടറില് ഇതാ BTH സിലബസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. DTH സിലബസ്, CTH സിലബസ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ആ സിലബസ് പല യൂണിവേഴ്സിറ്റികളുടെയും നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ ഫോണിൽ വരും. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ ഇത് സത്യമാണെന്നുള്ളത് ഇതുവരെയും മറച്ചു വെച്ചത് ഇപ്പൊ പുറത്തേക്ക് വന്നു പെട്ടെന്ന്. എങ്ങനെ പുറത്തേക്ക് വന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇതാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അറിയത്തില്ല എന്റെ കൂടെയുള്ള ഒരു പെന്തക്കോസ്തുകാരാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്റെ കൂടെ കത്തോലിക്കരുണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്, പലരെയും ദൈവം അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കത്തോലിക്കരായിട്ടോ പെന്തക്കോസ്തുകാരായിട്ടോ ഒന്നുമല്ല അറിയപ്പെടുന്നത്. ബൈബിളിൽ ഞങ്ങൾ അറിയപ്പെടുന്നത്, കാൺമീൻ, എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ഒന്ന് ഫില്ല് ചെയ്തേ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ. ഹല്ലേലൂയ, ദൈവമക്കൾ. അപ്പോ ഈ ഒരു തിരിച്ചറിവുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. എങ്ങനെയാണ് രഹസ്യമായിരുന്ന ചതി പരസ്യമായത്? ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളത് അല്ല. പരസ്യമായില്ലേ? രഹസ്യമായി ഇതുവരെ വെച്ചോണ്ടിരുന്നത് പരസ്യമായില്ലേ? ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല. കേട്ടിട്ട് ഞെട്ടിയോ? അങ്ങനെയെങ്കിൽ മറ്റു പെന്തക്കോസ്തുകാരോട് പെട്ടെന്ന് അറിയിക്കണം. കാരണം ഒരു ഭാഗത്ത് MA വർഗീസ് അങ്കിള് ബാംഗ്ലൂര്, അദ്ദേഹം ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ട്. നമുക്കുള്ളതെല്ലാം പുള്ളി ആദ്യം അറിയിക്കണം. പിന്നെ സാജു ജോൺ മാത്യു ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ട്. പലതിരുന്നാണെങ്കിലും, അതായത് ദൈവരാജ്യം ചെറുത്, യേശു വലുത്. ആ ഒരു ദൈവരാജ്യം പുള്ളിയും പ്രസംഗിക്കുന്നുണ്ട്. പുള്ളിയെ ഉടനെ ഇവരെ അറിയിക്കണം. കാരണം ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല. കാരണം ബൈബിളിന്റെ സിലബസിൽ അതില്ല. ശരിയാണ്. അപ്പൊ അത് ശരിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും പറയണ്ടേ? അതിന്റെ പുതിയ തന്ത്രമായിട്ട് വന്നിരിക്കുകയാണ്, ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല. എന്നിട്ട് ബൈബിളിലെ കുറെ വാക്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചിങ്, ഞാൻ അദ്ദേഹത്തെ അല്ല പറയുന്നത്, ആ ടീച്ചിങ് ഒരു കുരുടത്വമുള്ളതാണ്. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. കാരണം ജനം മൊത്തം കുരുടരാണ്. ആത്മീയ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. നയിക്കുന്ന ദൈവദാസന് ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ല എങ്കിൽ എല്ലാവരും കുഴിയിൽ വീഴും. കുഴിയിൽ വീണ ഒരു ബൈബിളിലെ വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? കുരുടനെ വഴി നിർത്തിയിട്ട് കുഴിയിൽ വീഴുന്നേ ഒന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് നോക്കി.
മത്തായി 7, 21, 22, 23. ദൈവദാസന്മാരാണ്. അവര് കുഴിയിൽ വീണു. അവരാൽ നയിക്കപ്പെട്ട ജനം കുഴിയിൽ വീണു. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. കുഴിയിൽ വീണില്ലേ? ഇപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ സത്യം എന്താണ്? നാം ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും, ഇങ്ങനെയൊക്കെ ആണല്ലോ. കാരണം വളർന്നു വരുമ്പോൾ തന്നെ ആ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശം പറയുന്നുണ്ട്. ആരും ഇങ്ങോട്ടേക്ക് ഇനി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരും ഈ സത്യ സന്ദേശം കേൾക്കാൻ പോകരുത്, അതിനുവേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് കേട്ട നിങ്ങളെ വീഴിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോ കർത്താവ് എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ആർമർ അണിയിച്ച് ഒരുക്കേണ്ടത് എന്റെ കടമയാണല്ലോ. അതായത് 400 മീറ്റർ ഓട്ടത്തിനൊന്നും 400 മീറ്റർ റിലേക്ക് 100 മീറ്റർ ഓട്ടത്തിനൊക്കെ ചേർന്ന് വീട്ടിലേക്ക് വന്ന കൊച്ചന്ന് സ്കൂളിൽ പോകുമ്പോ കയ്യിൽ കുറച്ച് കാര്യമായിട്ട് ഗ്ലൂക്കോസും ഒക്കെ പൊതിഞ്ഞ് നല്ല ആരോഗ്യമുണ്ട്, പ്രോട്ടീൻ കിട്ടുന്ന ഫുഡൊക്കെ കൊടുത്തു വിടേണ്ട അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പൊ ഇനി നിങ്ങൾ ഇതൊക്കെ കേൾക്കും. എല്ലാം പബ്ലിക് മീഡിയയിൽ ഇട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്, ഇട്ടോണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾ വീഴാതിരിക്കാൻ തക്കവണ്ണം ഒന്ന് ഒരുക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഞാൻ ഇതിന്റെ ടൈറ്റില് ഒന്ന് ഷെയർ ചെയ്യാം. ഡിസേബിൾ ചെയ്തിരിക്കുക മക്കളെ, ഒന്ന് എനേബിൾ ചെയ്ത് ടൈറ്റിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോ നിങ്ങൾ അതിന്റെ ടൈറ്റിൽ ഒന്ന് കാണുക. ഓ ഫാദർ വി താങ്ക് യു. Father, we thank you. Lord, I നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു വിശ്വസിക്കുന്നു. രഹസ്യമായിരുന്ന ചതി പരസ്യമായി. ഇത്രയും നാളെ ദൈവരാജ്യം മറച്ചു വെച്ചിരുന്നത് രഹസ്യത്തിലായിരുന്നു. ഇപ്പൊ പരസ്യമായി പറഞ്ഞു. ഞങ്ങളിത് പറയാത്തതിന്റെ കാരണം ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല. രണ്ടാമത്തെ ക്ലെയിം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു സ്വർഗാരോപണം ചെയ്ത ശേഷം അപ്പോസ്തലന്മാർ ദൈവരാജ്യം പ്രസംഗിച്ചതിന് തെളിവില്ല. അപ്പോ ബൈബിൾ കോളേജിൽ ഇല്ലാത്തത് ഞങ്ങൾ പ്രസംഗിക്കാത്തതിന്റെയും കാര്യം ബോധ്യപ്പെടുത്തിയില്ലേ? ഇത് രക്ഷപ്പെടാനുള്ള പുതിയ തന്ത്രം. എന്റെ കുഞ്ഞുങ്ങളെ, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ നിലനിർത്താൻ വേണ്ടി അനേകരെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്ന ഈ വക ശുശ്രൂഷകൾ ദയവ് ചെയ്ത് ഒഴിവാക്കണമേ എന്ന് വളരെ താഴ്മയോട് ഓർപ്പിക്കുക. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ ശുശ്രൂഷയുടെ അനേകരെ തീപ്പൊയ്കയിലേക്ക് തള്ളുകയാണ്. ഇവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, എന്താണ് ദൈവരാജ്യ സുവിശേഷവും എന്താണ് രക്ഷയുടെ സുവിശേഷവും എന്ന് സഭയിലെ ദേവദാസന്മാർക്ക് ഒരു മനസ്സിലായിട്ടില്ലെന്നും ആ വ്യക്തിത്വം ഇവിടെ പറയുന്നത്, നമുക്ക് രക്ഷയുടെ സുവിശേഷമേ ഉള്ളൂ, ദൈവരാജ്യ സുവിശേഷം നമുക്കില്ല, നമുക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുണ്ട്. ഇങ്ങനെയുള്ള കുരുടത്വമുള്ള ടീച്ചിങ്ങുകൾ സഭയിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആ സഭകളിലെ ജനത്തിന്റെ കാര്യം നിത്യ നരകമല്ലേ? അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കേൾക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനറലി ഞാൻ പറയാം, ടീച്ചിങ്ങിലൂടെ വചനത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സുവിശേഷകന്മാരുടെ സുവിശേഷകൻ പ്രസംഗിച്ച സുവിശേഷം. സുവിശേഷത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം എന്നാണ്. ആ നല്ല വിശേഷം മറ്റൊന്നുമല്ല, നമ്മളുടെ ഉടയവനായ സ്വർഗസ്ഥ പിതാവിനോട് കൂടെ നമ്മളെ ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ ക്ഷണിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. അറിവില്ലാത്തൊരു മനസ്സിലാക്കി. അതായത് നമ്മുടെ അപ്പനോടുകൂടെ, നമുക്ക് അറിവില്ലാത്ത സർവപ്രപഞ്ചത്തിന്റെ ഉടയവനായ അത്യുന്നതനായ, താൻ മാത്രം അമൃത്യതയുള്ള, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്ന സ്നേഹനിധിയായ പിതാവിനോടുകൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ആ ഇൻവിറ്റേഷനായ സുവിശേഷത്തിന്റെ പേരാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അപ്പൊ നിങ്ങൾക്ക് രക്ഷയുടെ സുവിശേഷമോ? ആ രക്ഷയുടെ സുവിശേഷം ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലുള്ള സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഈ കോഴി മുട്ട പുഴുങ്ങി കഴിക്കാറ്? കോഴി മുട്ട പുഴുങ്ങി കഴിക്കുമ്പോ അതിന്റെ ഉണ്ണി, മഞ്ഞ കളറുള്ള ഉണ്ണി, അതായത് യോക്ക് എന്ന് പറയും അല്ലെ, മഞ്ഞ കളറുള്ള ഉണ്ണി, ആ ഉണ്ണി ആ വെള്ളയുടെ ഉള്ളിലല്ലേ, വൈറ്റിന്റെ ഉള്ളിലല്ലേ ആ മഞ്ഞ കളറ്? ഇതേപോലെ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ് രക്ഷയുടെ സുവിശേഷം. സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് ദൈവരാജ്യ സുവിശേഷം. ഹല്ലേലൂയ. ആ മുട്ടയുടെ ഉള്ളില് ആ ഉണ്ണി മഞ്ഞ കളറുള്ളതുണ്ട്. ദൈവരാജ്യ സുവിശേഷം എവിടെ പ്രസംഗിച്ചാലും അവിടെ യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ പുറത്തിറങ്ങും. ഒരു മുട്ട എവിടെ പൊട്ടിച്ചാലും ഉണ്ണി പുറത്തിറങ്ങും, ഇല്ലേ? പക്ഷെ ചിലരുണ്ട്, എന്റെ വീട്ടിൽ ചിലരുണ്ട്, വെള്ള മാറ്റി വെച്ചിട്ട് ഉണ്ണി മാത്രം ഇടും. എന്നിട്ട് ഉണ്ണി വേറെ ആരെങ്കിലും കഴിച്ചോളാം, വെള്ള ഞങ്ങൾ കഴിക്കും. അപ്പൊ ഉണ്ണി കഴിക്കാൻ ഞാൻ എടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ വെള്ളയില്ല, പക്ഷെ വെള്ള കഴിക്കാനെടുത്ത ആ ഉണ്ണിയുണ്ട്. ദൈവരാജ്യ സുവിശേഷം നമ്മൾ പറയാൻ തുടങ്ങിയാൽ ക്രിസ്തു ഉണ്ടാവും, പക്ഷെ ക്രിസ്തുവിനെ പറയാൻ തുടങ്ങിയാൽ ദൈവരാജ്യ സുവിശേഷം ഉണ്ടാകണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇന്ന് സഭകൾക്ക് പറ്റിയത്. അവർ ക്രിസ്തുവിനെ പറഞ്ഞു, എന്നിട്ട് അതിന് രക്ഷയുടെ സുവിശേഷം എന്നും പറഞ്ഞു. പക്ഷേ ക്രിസ്തു പറഞ്ഞ ദൈവരാജ്യ സുവിശേഷം പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് എന്തു പറ്റി? ഒരു വമ്പൻ ചതിയാണ് ഇന്ന് സഭകളിൽ പിശാച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വമ്പൻ ചതി. ഇതിൽ നമ്മുടെ ദേവദാസന്മാർ വീണുപോവുകയും ചെയ്തു. അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പോ ഇവിടെ മനസ്സിലാക്കുക, ദൈവരാജ്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. എന്നാൽ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് ആ ദൈവത്തോടുള്ള വാസത്തിലേക്കുള്ള വഴിയാണ്. പിടുത്തം കിട്ടിയോ? വീണ്ടും വീണ്ടും കേൾക്കുക. ദൈവരാജ്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. ദൈവം ഹെഡായി, ക്രിസ്തു ശരീരമായി, ആ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ അവയവമായി, ഒരു കുടുംബമായി തീരുന്ന വാസമാണ് ദൈവരാജ്യ സുവിശേഷം. എന്നാൽ രക്ഷയുടെ സുവിശേഷം യേശു കാൽവരിയിൽ ചെയ്തത് ആ സുവിശേഷത്തിലേക്ക് നമ്മൾ ചെന്നെത്താനുള്ള വഴിയാണ്. അപ്പൊ നമുക്ക് വഴിയിൽ മാത്രം നിന്നാൽ മതിയെന്നാണ് ഈ ദൈവദാസൻ പെന്തക്കോസ്ത് സഭയെ റെപ്രസെന്റ് ചെയ്താണ് അദ്ദേഹം പറയുന്നതെന്നാ പറയുന്നത്. കാരണം മൊത്തം ഷാജി ജോസഫ് അപമാനിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷാജി ജോസഫ് ആരെ അപമാനിക്കാൻ ഓടാറില്ല, സത്യത്തിന് സാക്ഷി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നറിയാമോ? എന്തുകൊണ്ടാണ് ലോകത്തെ അറിയിച്ചെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. ദേവദാസന്മാരെ, നിങ്ങൾ സുവിശേഷം പറഞ്ഞ ആരും എതിർക്കാനില്ല, പക്ഷെ ഞാൻ പറഞ്ഞ എതിർക്കാനുണ്ട്. ക്രിസ്തു പറഞ്ഞാൽ എതിർക്കാനുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എതിർക്കാനുണ്ട്. എന്റെ കാരണം എന്താ? നിങ്ങളെ എതിർക്കാത്തത് ഞങ്ങളെ എതിർക്കുന്നത്. ശ്രദ്ധിച്ചേ, ഞാൻ എവിടെയെങ്കിലും സുവിശേഷം പറയാൻ ചെന്നാൽ, ഇപ്പൊ വയനാട്ടിൽ ചെന്നാൽ ആദ്യത്തെ ദിവസം സംസാരിക്കും, രണ്ടാമത്തെ ദിവസം
ഈ വ്യക്തിത്വങ്ങൾ അവിടെ ആളെ വിടും. ആ ദുരുപദേശകനാണ്, പ്രസംഗിപ്പിക്കരുത്, രണ്ടാമത്തെ ദിവസം പ്രസംഗം നിർത്തിക്കും. ഇതിന് അന്വേഷിച്ച് ചെല്ലുമ്പോ എവിടെന്ന് വന്നെന്നറിയാമോ? ഈ ചൈനയുടെ വ്യൂഹാനിൽ നിന്ന് വൈറസ് ഇറങ്ങി എന്ന് പറഞ്ഞതുപോലെ തപ്പി ചെല്ലുമ്പോ നിന്നോട് ആരത് പറഞ്ഞ്? എന്നോട് ആ പാസ്റ്റർ പറഞ്ഞു. ആ നിന്നോട് ആരും പറഞ്ഞ്? എന്നോട് മറ്റേ പാസ്റ്റർ പറഞ്ഞു. നിന്നോട് ആരോ പറഞ്ഞ്? എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു. നിന്നോട് ആരോ പറഞ്ഞ്? ആ സിസ്റ്റർ പറഞ്ഞു. തപ്പി ചെല്ലുമ്പോ ഇത് ഏതെങ്കിലും ഒരു സാജി ജോൺ മാത്യുവിനാണ് തുടക്കം, അല്ലെങ്കിൽ ഒരു ചേച്ചി ജോസഫിലായിരിക്കും തുടക്കം. ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ സഭയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് ഇത് തുടക്കം. തപ്പി ചെല്ലുമ്പോ കൊറോണ അങ്ങ് ചൈനയിൽ തുടങ്ങിയതുപോലെ. എന്താണോ അദ്ദേഹം പറയുന്നത് ദുരുപദേശം? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ദുരുപദേശം. യേശു ദൈവമല്ലെന്ന് പറഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ എന്നാ കേട്ടെ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പലർക്കും അറിഞ്ഞുകൂടാ എന്താ സംഭവം. ഇവർ എവിടെ ചെന്നാലും ബ്ലോക്ക് ചെയ്യും. ഏത് സ്ഥലത്ത് ചെന്നാലും ആലപ്പുഴ മീറ്റിംഗുമാർ സ്റ്റോപ്പ് ചെയ്യും. ഒരു ദേവദാസൻ പെരുമ്പാവൂര് ഒരു മീറ്റിങ്ങിന് ഡേറ്റ് എടുത്ത് അദ്ദേഹം എല്ലാ പരിപാടിയും ചെയ്തു. ഉടനെ തന്നെ ചേസ് ജോസഫിന്റെ ആളുകൾ വന്നത് ബ്ലോക്ക് ചെയ്തു. ദുരുപദേശം. ആലപ്പുഴയുടെ മീറ്റിംഗ് ബ്ലോക്ക് ചെയ്തു. കോന്നിയിലെ മീറ്റിംഗ് ഒരു ദേവദാസന്റെ ഡേറ്റ് എടുത്ത് നോട്ടീസ് അടിച്ചു, എല്ലാം അടിച്ചു. ദൈവരാജ്യ സുവിശേഷം. ഉടനെ അദ്ദേഹത്തോട് കൂടെ നിന്ന മറ്റു ദേവദാസന്മാർ പറഞ്ഞു ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം സത്യം മാത്രം സംസാരിക്കുന്നുള്ളൂ. എന്തൊക്കെ ദിവസമാരാ സത്യമേ സംസാരിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന നമുക്ക് വിലക്കാൻ നമുക്ക് എന്താ അധികാരം? ആ കൂട്ടരെന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ദേവദാസന്റെ സഭയിലെ എല്ലാ വിശ്വാസികളുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദേവദാസൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം, ഒരെണ്ണം പോയി. ആദ്യം എന്താണ് അദ്ദേഹം പറഞ്ഞു, ആരെതിർത്താലും നടത്തൂ എന്ന് പറഞ്ഞ അദ്ദേഹം രണ്ടാമത് എന്താ ചെയ്യുന്നറിയാമോ? ഈ വിശ്വാസികൾ അദ്ദേഹത്തെ ഞെക്കാൻ തുടങ്ങിയപ്പോ, അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ദേവദാസനെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആകപ്പാടെ ഒരു ധർമ്മസങ്കടത്തില, മറ്റന്നാൾ മീറ്റിംഗ് നടക്കണം. ഞാൻ പറഞ്ഞു അങ്ങേ ദൈവം നടത്തുന്ന പോലെ ചെയ്യുക. കാരണം നടത്തണമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള എതിർപ്പുകൾ യേശുവിനുണ്ടായിരുന്നു. ആദ്യം യേശു പള്ളികളിലാണ് സുവിശേഷം അറിയിച്ചത്, അന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കി. സത്യസുവിശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോ ഈ പാർട്ടികൾ എതിരെ വന്ന് ജനം സത്യം അറിയാൻ ഇവർ സമ്മതിക്കത്തില്ല. കാരണം അവരുടെ മാർക്കറ്റ് പോകും, അവരുടെ മാർക്കറ്റ്. ഞങ്ങളുടെ നാട്ടില് ഒരു മീൻകട തുടങ്ങി പുതിയതായിട്ട്. നോട്ടീസ് ഞങ്ങളുടെ അടുക്കൽ വന്ന് നോട്ടീസ്, വളരെ ലാഭത്തിന് നിങ്ങൾക്ക് എല്ലാം മീൻ കിട്ടും, ഒരു മീൻകട തുടങ്ങുകയാണെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി. ആ നോട്ടീസ് കിട്ടിയല്ലോ. അങ്ങനെ മീൻകട തുടങ്ങി. 2 ദിവസം കഴിയുമ്പോൾ മീൻകട കാണാനില്ല. അന്വേഷിച്ചത് മീൻകടയ്ക്ക് എന്നാ പറ്റി? സംഭവം വേറൊന്നുമല്ല, അവിടെ പഴയ മീൻ വിൽക്കണവരുണ്ടായിരുന്നു. അവരവിടെ ചെന്നു, എടുക്കടാ നിന്റെ കൊട്ടയും വട്ടിയും മീനും, എടുത്തോണ്ട് പോടാ, ഇനി മേലിൽ ഈ ജംഗ്ഷനിൽ കണ്ടുപോകരുത് മീൻ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. മനസ്സിലായ? ഇതേപോലെ സുവിശേഷ കച്ചവടമായി ഒരു കൂട്ടം പഠിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു അപൂർണ സുവിശേഷം, പൂർണ്ണതയില്ലാത്തൊരു സുവിശേഷം, രക്ഷ മാത്രമുള്ള ഒരു സുവിശേഷം ഇന്ന് സഭകളിൽ അങ്ങ് വിരിച്ചിട്ടിരിക്കുക. അപ്പോഴാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം സഭകളിലേക്ക് കയറി വരുമ്പോ, യേശുവിന്റെ കൽപ്പനയാണ്, ആ സഭകളിലേക്ക് കയറി വരുമ്പോ ഉടനെ പഴയ കച്ചവടക്കാര് പറയാ, എടുക്കടാ നിന്റെ കൊട്ടയം വട്ടിയും, എടുത്തോണ്ട് പോടാ ഇവിടുന്ന് എന്നാ മീൻകാര് പറഞ്ഞതിന് തുല്യം എല്ലാവരോടും പറഞ്ഞു വരുത്തി. ദുരുപദേശം ദുരുപദേശം ദുരുപദേശം. ഇതുങ്ങൾക്കും എല്ലാം അറിയാമോ എന്നാ ദുരുപദേശം? വിശ്വാസം ദുരുപദേശം. യേശു ദൈവമല്ലെന്ന് പറഞ്ഞു. എവിടെ പറഞ്ഞു? യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവം അല്ല. അത്യുന്നതനായ ദൈവം സ്വർഗസ്ഥ പിതാവാണ്, സകലത്തിന്റെ ഓണർ. യേശു ക്രിസ്തു ഓണറേ അല്ല. യേശു ക്രിസ്തു അവകാശി മാത്രമാണ്. നമ്മൾ കൂട്ടവകാശികളാ. അയ്യോ, ഹല്ലേലൂയ. യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവിന്റെ ശരീരമാ, ക്രിസ്തുവിന്റെ തലയാ സ്വർഗസ്ഥ പിതാവ്. യേശു ക്രിസ്തുവിന് എന്തെങ്കിലും വേണമെങ്കിൽ സ്വർഗസ്ഥ പിതാവ് കൊടുക്കണം. ഏതെങ്കിലും ദൈവം നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ? മറ്റൊരാള് തന്നിട്ട് താൻ ദൈവം ആവുമോ?
നിങ്ങൾ എന്തുവാ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? നിങ്ങളുടെ ബുദ്ധിയെ ദൈവം തുറക്കട്ടെ. യേശുക്രിസ്തു ദൈവം തന്നെ, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല. ഈ ഒരു തിരിച്ചറിവ് വേണം. തനിക്ക് പ്രപഞ്ച ആരംഭത്തിൽ തന്നെ സ്വർഗസ്ഥ പിതാവ് മഹത്വം കൊടുത്തു. തനിക്ക് കിട്ടിയത് സ്വർഗസ്ഥ പിതാവിന്റെ മഹത്വമാ. ഹല്ലേലൂയ. തനിക്ക് ജീവൻ തന്ന സ്വർഗസ്ഥ പിതാവാ. ഹല്ലേലൂയ. തനിക്ക് മക്കളെ കൊടുത്ത സ്വർഗസ്ഥ പിതാവാ. ഹല്ലേലൂയ. തനിക്ക് രാജ്യം കൊടുത്ത സ്വർഗസ്ഥ പിതാവാ. സ്വർഗസ്ഥ പിതാവ് എനിക്ക് രാജ്യം വിഭാഗിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം വിഭാഗിച്ചു തരും. അത്യുന്നതനായ ദൈവത്തിന് ആരും ഒന്നും കൊടുക്കണ്ട, എല്ലാം സ്വന്തമായിട്ടുണ്ട്, ധാരാളം ഉണ്ട്. അതല്ല സബ്ജക്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വന്തമായിട്ട് ജീവനുണ്ട്, സ്വന്തമായിട്ട് മഹത്വമുണ്ട്, സ്വന്തമായിട്ട് സകല അധികാരമുള്ള വ്യക്തിത്വമാണ്. താൻ സുവീര്യനാണ്, ഓമിനി പൊട്ടൻറ്റേറ്റ് ആണ്, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ആ ക്ലാസ് അതല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിന്ന് മാറുകയാണ്. ഇവിടെ പിശാചിന്റെ തന്ത്രം, ദൈവരാജ്യം നമ്മളിൽ വെളിപ്പെടാതിരിക്കാൻ, നമ്മളിലൂടെ വെളിപ്പെടാതിരിക്കാൻ എല്ലാവിധ തന്ത്രങ്ങളും സഭയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യ സന്ദേശം ഇന്ന് നമ്മൾ വരാൻ ഈ ഒരു തിരിച്ചറിവുണ്ടാകും. ഇവിടെ പറയുന്ന സന്ദേശം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സന്ദേശം നമുക്ക് കേൾക്കാം. ഒന്ന്, ദൈവരാജ്യ സന്ദേശം നമുക്ക് ഉള്ളത് അല്ല. അപ്പൊ ക്ലിയർ ആയല്ലോ, നമുക്കുള്ളത് അല്ല എന്ന്. പക്ഷേ മനസ്സിലാക്കുക, യേശു ക്രിസ്തു നമ്മളോട് ദൈവരാജ്യ സുവിശേഷം പറഞ്ഞു. അത് യഹൂദന്മാർക്കും യവനന്മാർക്കും ഏവർക്കും ഉള്ളത്. ആ ദൈവരാജ്യ സുവിശേഷത്തിനുള്ളിലെ വഴിയാണ് രക്ഷയുടെ സുവിശേഷം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ ഈ വ്യക്തിത്വം പറഞ്ഞത് ആദ്യം നമുക്കൊന്ന് കേട്ടുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാം. Father, we thank you, give you glory. Father, we thank you. ഞാനിത് ഇവിടുന്ന് വിടുമ്പോ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് കൈപൊക്കി കാണിക്കണേ. കാരണം നിങ്ങളുടെ ഭാഗം എനിക്ക് മനസ്സിലാകുന്നില്ല. ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇതിങ്ങനെയാണ്, തംസ് അപ്പ്. ഓക്കെ, കാരണം മറ്റൊന്നുമല്ല, അത് രാജ്യത്തിൻ്റെ സുവിശേഷം. അതാരാണോ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, ആരാണോ രാജ്യം ഭരിക്കാനുള്ള മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ആർക്കാണോ ഒരു മശിഹയെ വാഗ്ദത്തം ചെയ്തത്, അവർ കാത്തിരിക്കട്ടെ. അത് അവർക്കുള്ളത്. നിങ്ങൾക്കുള്ളത് കൃപയുടെ രക്ഷയുടെ സുവിശേഷം. വളരെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ദൈവരാജ്യമല്ല. കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവരാജ്യമല്ല. സമാധാനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവരാജ്യമല്ല. ദൈവരാജ്യം യഹൂദന്മാർക്കുള്ളതാണ്. അതെപ്പോഴാണ് പ്രസംഗിക്കുന്നതെന്ന് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ അതിനെ ശ്രദ്ധിച്ചില്ല, കേട്ടല്ലോ. ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളതല്ല, അത് യഹൂദന്മാർക്ക്. അതുകൊണ്ടാണ് ബൈബിൾ കോളേജിനകത്ത് മാറ്റിയല്ലേ. ഇപ്പോഴാണ് മനസ്സിലായി. അതുകൊണ്ടാണ് അവസാനം മത്തായി 7:21, 22, 23 യേശു ആരെയും ദൈവരാജ്യത്തിലേക്ക് കയറ്റാത്ത. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെന്ന് പറഞ്ഞു, രക്ഷയുടെ സുവിശേഷം നിങ്ങൾ കേട്ടു അല്ലേ? പക്ഷേ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിങ്ങളോട് വസിക്കുന്നതാ. അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. എന്റെ പിതാവിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് ഗെറ്റ് ഔട്ട്. ഒരു കൂട്ടം നരകയോഗ്യരെ ഉണ്ടാക്കിയെടുക്കുകയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതാ യേശുക്രിസ്തു പറഞ്ഞ മത്തായി 23 യഹൂദന്മാരോട്, ദൈവദാസന്മാരോട്, നിങ്ങൾ കരയും കടലും കടന്നു പോയി ഇതേപോലെ സുവിശേഷം അറിയിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ആളെ കിട്ടുന്നുണ്ടോ? പിന്നെ നല്ല നല്ല മെസ്സേജ് എന്ന കമന്റ് താഴെ. ആളെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അവരെ ആരാക്കുന്നു? നിങ്ങൾ അവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കും. എന്റെ അഭിപ്രായമല്ല, യേശുക്രിസ്തുവിന്റെ അഭിപ്രായം. പക്ഷെ ഏതെങ്കിലും ചർച്ച പ്രസംഗിക്കുമോ? ഇത് പ്രസംഗിക്കാനുള്ള ആംബിയർ ഉണ്ടോ? യേശു പറഞ്ഞതുപോലെ ഇല്ല. സത്യത്തിന് സാക്ഷ്യം നല്ല ആംബിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇത് ശ്രദ്ധിക്കുക. അടുത്ത അദ്ദേഹത്തിന്റെ ക്ലെയിം, യേശുക്രിസ്തു സ്വർഗാരോപണം ചെയ്ത ശേഷം അപ്പസ്തോലന്മാർ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞതിന് തെളിവില്ല. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് എന്തിനാ നിങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? ഇത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി കേൾക്കുമ്പോ താഴെ വീഴരുത്. നിങ്ങളെ അണിയിച്ചൊരുക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പ്രസംഗം നടത്തിയിരിക്കുന്ന ഒരു 13 പ്രസംഗങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രാരംഭ പ്രസംഗികനായ പത്രോസ് താൻ 3 പ്രസംഗങ്ങളും, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ ഒരു പ്രസംഗവും, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ശൗൽ അഥവാ പൗലോസിൻ്റെ 9 പ്രസംഗങ്ങളും. ഇതിലേതെങ്കിലും ഒരു പ്രസംഗത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ സുവിശേഷമോ പ്രസംഗിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തെളിവ് തരാമോ? വെറുതെ ഒന്നുമല്ല ഇത് പറയുന്നത്. ഇത് ബൈബിൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഗൗരവപൂർവമായി നിങ്ങൾ സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗൗരവപൂർവമായി പൂർണ്ണമായി കേൾക്കുക. വേറിട്ട ചിന്തയുടെ 87 ശ്രദ്ധിച്ചേ. നിങ്ങൾ കേട്ടല്ലോ സഹോദരങ്ങളെ, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അപ്പസ്തോലന്മാരോ അല്ലെങ്കിൽ ബൈബിളോ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞായിട്ട് ഒരു തെളിവില്ല. എനിക്ക് വല്ലാതെ ഒരുന്നു അദ്ദേഹത്തിന്റെ ആ പറച്ചിൽ കേട്ടു. അദ്ദേഹം ബൈബിളല്ലേ വായി ഇത്രത്തോളം എന്താ ചെറുതായിപ്പോ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ധാരാളം തെളിവുകളുണ്ട്. അദ്ദേഹം പറയും, ഞാൻ ബൈബിളൊക്കെ പഠിച്ചിട്ടാണ് ഇത് പറയുന്നേ. പെന്തക്കോസ്തുകാരെ പേരെടുക്കണ്ടായിരുന്നു. എനിക്കറിയാം എന്തോരം പെന്തക്കോസ്തുകാരെ നല്ല അറിവുള്ള, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു പങ്കും റിട്ടയർഡ് ചെയ്ത പെന്തക്കോസ്തു ദേവദാസന്മാർ. കാരണം റിട്ടയർഡ് ചെയ്താലേ പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടെ നിൽക്കുമ്പോൾ സപ്പോർട്ട് ചെയ്താൽ പുറത്താക്കും. അവർ രഹസ്യമായിട്ട് മോനെ ഗോ അഹെഡ്, ദിസ് ഈസ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാ വിശ്വാസന്മാരോടും സകലരോടും പറയാറുണ്ട്, ഈ ബൈബിളിലെ വചനപ്രകാരം അല്ല ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് പറയരുത്, ബൈബിളിലെ വചനം മാത്രം. കാരണം എന്റെ ലക്ഷ്യം, എന്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച സത്യത്തിന് സാക്ഷി നിൽക്കാൻ, പാരമ്പര്യത്തിന് സാക്ഷി നിൽക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ ഈ കാര്യം, എന്റെ മക്കളെ, നിങ്ങൾ ആരും വിശ്വാസം താഴെ പോകാതിരിപ്പാൻ നിങ്ങളെ ദൈവത്തിന്റെ സർവായുധം ധരിപ്പിക്കുക. നിങ്ങൾ ഇതൊക്കെ ശരിയാണല്ലോ. വചനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും വചനം വായിക്കാൻ തയ്യാറായിരിക്കണേ പ്ലീസ്. വചനമില്ലാതെ ഒരു കാര്യം ഉറപ്പിക്കരുത്. യേശു ക്രിസ്തു താൻ വന്നപ്പോൾ പ്രസംഗിച്ച ദൈവരാജ്യം, തന്റെ 3.5 വർഷത്തെ ഏകദേശം 3.5 വർഷത്തെ ശുശ്രൂഷയിൽ മുഴുവൻ പ്രസംഗിച്ച ദൈവരാജ്യം, താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പ്രസംഗിച്ച ദൈവരാജ്യം, ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും പ്രസംഗിച്ച ദൈവരാജ്യം. ആദ്യം അതിനുശേഷമല്ലേ സ്വർഗാരോഹണം, അതിനുശേഷം നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ വചനത്തിലൂടെ കാര്യങ്ങൾ ഉറപ്പാക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ ആദ്യ പ്രസംഗം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി.
ശ്രദ്ധിച്ചേ, അന്ന് മുതൽ യേശുവിന്റെ ആദ്യ പ്രസംഗം, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുന്നത് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയല്ലേ? ഇനി ഇടയിൽ പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്. ഒരു വചനം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 42-43. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 42-43. മറ്റേ 1-2 പേർക്ക് വചനം എടുത്ത് വെക്കാം കേട്ടോ, പെട്ടെന്നൊന്നും സമയം കളയാതെ വായിക്കും. ആദ്യം കിട്ടുന്ന ആൾ വായിച്ചാൽ. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലയോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ അയച്ചതാണ് സ്വർഗസ്ഥ പിതാവ്. തന്റെ ഹെഡായ, തന്റെ തലയായ ക്രിസ്തുവിന്റെ തല ദൈവം, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് തന്നെ അയച്ചതാണ്. എല്ലാം ഗോഡ് ഫാമിലിയിലാണ്, ഗോഡ് ക്ലാസ് ആണ്. ഹല്ലേലൂയ. തന്റെ പുത്രൻ ഗോഡ് ക്ലാസ് ആണ്. ആ ഗോഡ് ക്ലാസ്സിലുള്ള, അതായത് ഒരു മനുഷ്യന്റെ പുത്രൻ മനുഷ്യനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പുത്രൻ ദൈവമാണ്. ആ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് എന്തിനാണ് അയച്ചത്? ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലയോ, അതിനായിട്ടല്ലേ എന്നെ അയച്ചിരിക്കുന്നത്. അപ്പൊ തന്റെ സുവിശേഷം ദൈവരാജ്യ സന്ദേശമായിരുന്നു. ആ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: സ്വർഗസ്ഥ പിതാവ് നിങ്ങളോടുകൂടെ വസിക്കുവാൻ കടന്നു വരുന്നു എന്നുള്ളതാണ് ആ സന്ദേശത്തിന്റെ സാരം. കിങ്ഡം തരുന്നതൊക്കെ പിന്നേതാണ്. കുടുംബത്തിലെ മക്കൾക്ക് അപ്പൻ തന്റെ അധികാരം പങ്കുവെക്കുന്നത് പോലെ യേശുവിന്റെ കൂട്ടവകാശികളായി നാം മാറുന്നതൊക്കെ പിന്നീടാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യം, ധൂർത്തപുത്രൻ മടങ്ങി വന്ന അപ്പനോടുകൂടി ജീവിച്ചതാണ് ആ പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. ആ സന്ദേശം നാം മനസ്സിലാക്കണം. അത് പറയണം ജനത്തോട്. നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉടയവൻ, ഒരു സ്വർഗസ്ഥ പിതാവുണ്ട്. ആ അപ്പനെ പരിചയപ്പെടുത്തി തരാനാണ് ക്രിസ്തു വന്നതെന്ന് പറയണം. ഇനി വായിച്ചേ, ഇതാ മത്തായിയുടെ സുവിശേഷം 26-29 താന് ക്രൂശിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു അവസാന അത്താഴവേളയിൽ പറയുന്ന രംഗം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയാണ്, ഇതാ ഇനി നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നേക്കണേ? എന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ്, പിതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കണേ. അവിടെ നിങ്ങളുമായി ഭക്ഷണം കഴിക്കുന്ന സമയം വരെ ഇനി ഞാൻ മുന്തിരികളുടെ അനുഭവത്തിൽ ഞാൻ കുടിക്കുകയില്ല. കാരണം ഇനി എന്റെ അടുത്ത പ്രധാന സന്തോഷ വേള എന്ന് പറയുന്നത് നിങ്ങളെ കുടുംബത്തിൽ എത്തിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇനി താൻ തുടർന്ന് ക്രൂശീകരണത്തിലേക്ക് പോകുന്നു, താൻ മരിച്ചുയർത്തെഴുന്നേൽക്കുന്നു. തുടർന്ന് 40 ദിവസത്തോളം ഇവിടെ ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആ 40 ദിവസവും യേശു ക്രിസ്തുവിന് പറയാനുണ്ടായത് താൻ ക്രൂശീകരണം കഴിഞ്ഞു വന്നിരിക്കുക, അതിനെക്കുറിച്ചാണ് ശരിക്കും പറയേണ്ടത്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം യേശു കൊടുത്തത് തനിക്ക് ഈ ദൈവരാജ്യ സുവിശേഷം പിതാവ് തന്നെ ഏൽപ്പിച്ചത് അതിലേക്ക് ജനത്തെ എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു. വായിച്ചു. തെയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ യേശു ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാ ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് ദൈവരാജ്യ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോ താൻ മരിച്ചുയർത്തെഴുന്നതിന്റെ ശേഷവും 40 ദിവസം തനിക്ക് ഭൂമി കിട്ടിയത്, ആ 40 ദിവസവും പറഞ്ഞത് ദൈവരാജ്യ സംബന്ധിച്ച കാര്യങ്ങളാണ്. കാരണം ഒരു യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്, അതൊരു ഇന്നർ കിങ്ഡമാണ്. ദൈവം നമ്മുടെ ഉള്ളിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടുന്ന ഇമ്മാനുവൽ കിങ്ഡമാണത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധാരാളം സഭ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. സഭയ്ക്ക് ആകെപ്പാടിന്ന് അറിയാവുന്നത് ഇതെല്ലാവരും വരുന്നു, ഒരാൾ ആണുങ്ങളുടെ ഭാഗത്ത് പ്രാർത്ഥിച്ചു, പെണ്ണുങ്ങളുടെ ഭാഗത്ത് പ്രാർത്ഥിച്ചു, 3 പാട്ട് പാടി, സങ്കീർത്തനം വായിച്ചു, കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോവുക. അല്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ പിതാവ് പുത്രനോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠം ആക്കുമ്പോൾ എന്റെ വലതുഭാഗത്തിരിക്കുന്ന കൽപ്പന കൊടുത്തിരിക്കുന്നു. ആ ഭാഗത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മൾ. ഇവിടുത്തെ തമ്മിലടിച്ചും ദൈവരാജ്യ സുവിശേഷത്തെ മറച്ചും ക്രിസ്തുവിനെ കൊണ്ട് അപ്പനെ ഒഴിവാക്കിയും ക്രിസ്തു മാത്രം മതി എന്ന് പറയുന്ന ഒരു കൂട്ടര്, ഇതിനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചത്. പിശാച് നമ്മളുടെ ജയം എടുത്തതാണ് ആ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ ഇനി ഇദ്ദേഹത്തിന്റെ ക്ലെയിം എന്ന് പറയുന്നത്, ഇതിന് ശേഷം പിന്നെ
ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തിയിലോ അതോടൊപ്പം തന്നെ ലേഖനങ്ങളിലോ ഒന്നും ദൈവരാജ്യ പ്രസംഗമില്ല. അദ്ദേഹം അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാ പറയണെന്നാ പറയുന്നത്. ഹല്ലേലൂയ. മറ്റു ദൈവദാസന്മാർക്ക് ഒരു അപമാനമായി തീരും. ഇതൊക്കെ പഠിച്ചിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പെന്തക്കോസ്തിൽ ധാരാളമുണ്ട്, എന്റെ സ്നേഹിതന്മാർ. ഇതാ മനസ്സിലാക്കുക, അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നത് തന്നെ ദൈവരാജ്യം പറഞ്ഞിട്ടുണ്ടാവും. യേശുവാ പറയുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഫിലിപ്പോസ് പ്രസംഗിക്കുന്ന ദൈവരാജ്യം പ്രസംഗിച്ചാൽ ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു മുട്ട എടുത്താൽ മുട്ടയുടെ വെള്ളയുടെ ഉള്ളിൽ ആ മഞ്ഞ ഉള്ളതുപോലെ, അതിന്റെ ഉണ്ണി ഉള്ളതുപോലെ ദൈവരാജ്യം പ്രസംഗിച്ചാൽ അതിന്റെ ഉള്ളിൽ രക്ഷയുടെ സുവിശേഷമുണ്ട്. ക്രിസ്തു അതിന്റെ ഉള്ളിലുണ്ട്. 8:12. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഇതാ ഫിലിപ്പോസ് പ്രസംഗിക്കുന്നത് ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും. അപ്പൊ ദൈവരാജ്യം വന്നാൽ ഉള്ളിൽ ആരുണ്ടാവും? ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയിച്ചിരിക്കും. ഹല്ലേലൂയ. അതായത് ക്രൂശിക്കുക ആ ഉണ്ണി മാത്രം എടുത്തിട്ട് ഇതാ ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ മുട്ട എന്ന് പറയുന്ന പരിപാടിയല്ല ഇന്നത്തെ സുവിശേഷണം പോലെ. രക്ഷയുടെ സുവിശേഷം പറഞ്ഞു, ഇത് മാത്രം സുവിശേഷം അല്ല. രക്ഷയുടെ സുവിശേഷം വഴിയാണ്. ദൈവരാജ്യ സുവിശേഷം പിതാവിനോടുള്ള വാസമാണ്. രക്ഷയുടെ സുവിശേഷം സ്വർഗീയ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ച കാൽവരിയിലൂടെ ഒരുക്കിയതാണ്. എന്തിനു വേണ്ടി? പിതാവിങ്കിലേക്കുള്ള വഴിയായി. ഇതാ യേശു പറയുന്നത്, ഞാൻ തന്നെ വഴി സത്യവും ജീവനും. അതാണ് രക്ഷയുടെ സുവിശേഷം. ഹല്ലേലൂയ. എന്നിലൂടെ ആരും പിതാവിങ്കിൽ എത്തുന്നില്ല. പിതാവിങ്കിൽ എത്തുന്നതാണ് നമ്മുടെ ലക്ഷ്യം. രക്ഷയുടെ സുവിശേഷമാണ് നമ്മുടെ ആരംഭം. രക്ഷയുടെ സുവിശേഷം നമ്മൾ ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ വളർന്ന് സ്വർഗീയ പിതാവിൽ എത്തിച്ചേർന്നു. ആ സ്വർഗീയ പിതാവിൽ എത്തുന്നില്ല എങ്കിൽ, ലക്ഷ്യത്തിൽ എത്തുന്നില്ല എങ്കിൽ അവരുടെ കാര്യം പോക്ക. ആ ദൈവത്തോടൊപ്പമുള്ള സ്വർഗീയ വാസം മത്തായി സുവിശേഷം 7:21, 22, 23 ജനത്തിനാർക്കും അവർ രക്ഷിക്കപ്പെട്ടതാണ്. ഞങ്ങളൊക്കെ കർത്താവായി സ്വീകരിച്ചു. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗീയ പിതാവിനോടുകൂടെ സ്വർഗീയ ഭവനത്തിൽ പ്രവേശനമില്ല. അവരല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരോട് പ്രവേശിക്കുകയുള്ളൂ. ദൈവരാജ്യ സുവിശേഷത്തിലാണ് പിതാവിന്റെ ഇഷ്ടം. ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കാതെ എവിടെ പിതാവിന്റെ ഇഷ്ടം വരുന്നേ? നമ്മൾ ശുദ്ധീകരണത്തിലൂടെ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇന്ന് മരണമുള്ള മനുഷ്യപുത്രന്മാരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം. യേശു 53:10 ദൈവ ഇഷ്ടം അവിടെ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കാൽവരിയെ കുറിച്ച് തകർത്ത ശേഷം, അവന്റെ പ്രാണന് അകമായ ശേഷം അവനിലൂടെ സ്വർഗീയ പിതാവിന് സന്തതിയെ കാണണം, ദൈവമക്കളെ കാണണം. അങ്ങനെ യഹോവയുടെ ഇഷ്ടം. ഇതാ ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെ യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കണം. നമ്മൾ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. അവർ എഴുതിയിരിക്കുകയാണ് ഹിന്ദിയിൽ, വംശത്തേക്കിനെ പോയക. ദൈവത്തിന് തന്റെ വംശത്തെ ക്രിസ്തുവിലൂടെ കാണണം. ദൈവവംശത്തെ. ഗോഡ് ക്ലാസ്. ഹല്ലേലൂയ. ഇതാ ഇവിടെ ഫിലിപ്പോസ് പറഞ്ഞ കാര്യം ഇല്ലേ? ഇതാ പൗലോസ് പറഞ്ഞ കാര്യം. അപ്പോസ്തലപ്രവൃത്തി 20:25. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ഇതാ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. അപ്പോ ഇവിടെ പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്. ദൈവരാജ്യ സുവിശേഷം. അപ്പൊ യേശു ഇല്ലേ? യേശു അതിന്റെ ഉള്ളിലുണ്ട്. ദൈവരാജ്യ സുവിശേഷം എവിടെ പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ യേശു ഉണ്ട്. പക്ഷെ യേശുവിനെ പറഞ്ഞാൽ ദൈവരാജ്യ സുവിശേഷം ഉണ്ടാകണമെന്നില്ല. യേശുവിനെ പറഞ്ഞ് ലോകത്തിലെ നന്മകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞാൽ അതിലേക്കുള്ള ഏക വഴിയായ കർത്താവായ യേശു അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി അതിന്റെ 19-ാം അധ്യായത്തിലും ദൈവത്തിന്റെ വചനം പറയാണ്. 19:8 വായിച്ചേ. 19:8 യഹൂദന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ദൈവരാജ്യ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസിന്റെ നേരെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്തറിയാമോ? അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് ജനത്തെ പഠിക്കുക. തുറോനോസിന്റെ പാഠശാലയിൽ ഇതാ ജനത്തെ പഠിപ്പിക്കുകയാണ്. വായിച്ച അതിന്റെ 19:8 വായിച്ചേ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഇത് എവിടെയാണെന്ന് അറിയാമോ? എഫേസ്യരുടെ നാട്ടിലാണ്.
അതായത് ജാതികളുടെ നാടാണ് ആർത്തേമിസ് മഹാദേവിയുടെ നാട്. യഹൂദന്മാര് എവിടെയാണ് മിക്സ് ആയിട്ട് പാർക്കുന്നുണ്ട്. ജാതികളുടെ സുവിശേഷമാണ് പൗലോസിന് കിട്ടിയിരിക്കുന്നത്. പത്രോസിനും കൂട്ടരും അവർ യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ കറങ്ങി നടന്ന് എഫെസസിൽ എത്തിയപ്പോ പറയുന്ന ഒരു കാര്യമാണ്. ദൈവരാജ്യത്തെ കുറിച്ച് പള്ളിയിൽ പറഞ്ഞു. പള്ളിയിൽ പറഞ്ഞപ്പോ ഒരു പള്ളിയിൽ നിന്ന് യേശുവിനെ പുറത്താക്കിയാൽ അവർ പുറത്താക്കി പള്ളിയിൽ നിന്ന്. അന്ന് എഴുതിയിരിക്കുക, എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ, ഇപ്പൊ എന്നെ പുറത്താക്കാൻ വേണ്ടി സഭയിൽ ഇങ്ങനെ പഴയ ടീച്ചർമാർ പറഞ്ഞു നടക്കുന്നത് പോലെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവനെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു പോകുന്നു. ദിനംപ്രതി എന്താ പറഞ്ഞേ? ദൈവരാജ്യത്തെ കുറിച്ച് സമ്പാദിച്ചു പോരുകയാണ്. എവിടെ? ജാതികളുടെ നാട്ടിൽ. അദ്ദേഹം പറയണ യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന്, ജാതികൾക്ക് യവനന്മാർക്ക് ഇല്ല. തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? ഈ കർത്താവിന്റെ വചനം, അതായത് ദൈവരാജ്യ ശുശ്രൂഷ അവിടുത്തെ യഹൂദന്മാരും കേട്ടു, യവനന്മാരും കേട്ടു. അപ്പൊ യവനന്മാർക്ക് ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാ അവരോട് സംസാരിക്കണേ? 19:10 വായിച്ച്. അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. കർത്താവിന്റെ വചനം കേൾക്കണം. കർത്താവിന്റെ വചനമാണ് ദൈവരാജ്യ സുവിശേഷം. ഹല്ലേലൂയ. ആസിയിൽ പാർക്കുന്ന യവനന്മാര് യഹൂദന്മാര് എല്ലാം ഈ ദൈവരാജ്യ ശുശ്രൂഷ അനുഭവിച്ചു. എന്നിട്ടാണ് താഴെ അദ്ദേഹം 20-ാം അധ്യായത്തിൽ എഫെസസിലെ മൂപ്പന്മാരോട് പറയുന്നേ. ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം സുവിശേഷത്തോട് നടന്നവനായി എന്റെ മുഖം നിങ്ങളിൽ കാണത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇല്ല എന്ന് പറയരുത്. ഇനി അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കണത് എന്തുവാ എന്നും പറഞ്ഞുകൊണ്ടാ. അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുമ്പോ അതിന്റെ 28, 29, 30 വാക്യങ്ങളിൽ പൗലോസ് കൂലിക്കെടുത്ത വീട്ടിൽ 2 സംവത്സരം പാർത്ത് ദൈവരാജ്യം പ്രസംഗിച്ചു. ദൈവരാജ്യം പ്രസംഗിച്ച യേശു ഉണ്ടാവും. തീർച്ചയായും അതിനുള്ള യേശുണ്ട്, രക്ഷയുടെ തീർച്ചയായിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോകുന്നു. വായിച്ചേ. പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോ തനിക്ക് ജാതികളുടെ ശുശ്രൂഷയാണ് കിട്ടിയിരിക്കുന്നത്. താൻ അവരോട് ദൈവരാജ്യം പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ അങ്ങ് വളരെ വ്യക്തതയോടെ കണ്ടമാനം പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് ഇറക്കി വിട്ട ഈ സന്ദേശം സദൃശവാക്യത്തിൽ കേട്ടിട്ടില്ലേ? തന്റെ വാദം ആദ്യം പറയുന്നവൻ എല്ലാം പറയുന്നത് ശരിയെന്ന് തോന്നുന്നു. പക്ഷെ അവന്റെ പ്രതിയോഗി ഒന്ന് പരിശോധിക്കുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നത്. പ്രതിയോഗി വന്നിരിക്കുന്നു. ഒരു വക്കീൽ ആദ്യം ജഡ്ജിയോട് പറയുമ്പോൾ എല്ലാം ശരി, അടുത്ത വക്കീൽ പറയുമ്പോഴാണ് ആദ്യം പറഞ്ഞില്ല പൊള്ളത്തരം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇനി ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്ക് കാണാം. ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോ എബ്രായ ലേഖനം കർത്താവ് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അതിന് 11:28 എടുത്തേ. 11:28. നാം എന്ത് ചെയ്യണം? നാം ഇളകാത്ത രാജ്യം പ്രാപിക്കണം. ഈ കിങ്ഡം നാം പ്രാപിക്കണം. ദൈവരാജ്യം അവകാശമാക്കണം. 11:28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അപ്പൊ നമ്മൾ അവസാനം ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടേ? ജെയിംസ് 2:5 വായിച്ചേ. ഇളകാത്ത രാജ്യം പ്രാപിക്കണം. അതിനുവേണ്ടി ഭക്തിയോടുകൂടെ സേവ ചെയ്യണം. ഹല്ലേലൂയ. സത്യത്തിന് മാത്രമേ സാക്ഷി നിൽക്കാൻ പാടുള്ളൂ. നമ്മളുടെ ശുശ്രൂഷയിൽ ഒരുവൻ താലടിയായി പോകരുത്. പകരം തളർന്നിരിക്കുന്നവൻ വാക്കുകൊണ്ട് ബലപ്പെടണം, ശക്തിപ്പെടണം. ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളോട് ഒഴുകുന്നത്. ജെയിംസ് 2:5. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളും ആകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? രാജ്യത്തിന്റെ അവകാശികളാകണം. നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഹെബ്രായ ലേഖനകർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നു, യാക്കോബ് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നു, പത്രോസ് പറയുന്നേക്കാം 2 പത്രോസ് 1:11. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ആ രാജ്യത്തിലേക്കുള്ള പുത്തന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. വായിക്കേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ശ്രദ്ധിച്ചേ. അങ്ങനെയെങ്കിൽ അങ്ങ് പറഞ്ഞ തെറ്റല്ലേ?
ഞാൻ നന്നായി പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്, ഒരു തെളിവുണ്ടെങ്കിൽ കൊടുക്കാൻ. തെളിവ് തന്നത് കണ്ടോ? അപ്പോസ്തലപ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു ദൈവരാജ്യം 40 ദിവസം പറഞ്ഞിട്ട് തുടങ്ങി. ഫിലിപ്പോസ് ദൈവരാജ്യം പ്രസംഗിച്ചു, അതിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു, അതിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, നാം ഇളകാത്ത രാജ്യം പ്രാപിക്കും. യാക്കോബ് പറയുന്നു, ഇതാ ഇതിനു വേണ്ടി നാം വളരെ ശ്രദ്ധയോട് ജീവിക്കണം, ദൈവരാജ്യ അവകാശമാണ്. പത്രോസ് പറയുന്നു, ഇങ്ങനെ ചെയ്താൽ ആ രാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇനി ശ്രദ്ധിച്ച്, മത്തായി 20:34 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത് എന്നാന്നറിയാമോ? തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. യേശു ക്രിസ്തു എന്ത് പറയുമ്പോഴും പിതാവുണ്ട് കേട്ടോ, പിതാവിനെ ഒഴിവാക്കൽ. നമ്മുടെ പ്രീച്ചിങ്ങിലെ ഗ്രീറ്റിംഗ്സിൽ പോലും പിതാവില്ല. യേശുവിന്റെ അവധി വന്നത്, യേശുവിന് എന്ത് പറഞ്ഞാലും പിതാവുണ്ട്. എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവർ ലോക സ്ഥാപനത്തിന് മുമ്പ് വരെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവാൻ. ഇതാണ് ന്യായവിധിയിൽ നടക്കുന്നേ. വായിക്കേ. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആ കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പൊ അവസാനം നമ്മൾ അതിലേക്ക് കടക്കണം. പക്ഷെ മത്തായി 7:21, 22, 23 ദൈവദാസന്മാരും, അതായത് അവരൊക്കെ രക്ഷയുടെ സുവിശേഷം കഴിഞ്ഞവരാ. വിശ്വാസികൾ അവിടെ കേറണില്ല. കാരണം യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെ എടുത്തു കളഞ്ഞില്ലേ. രക്ഷയുടെ സുവിശേഷം മാത്രം മതി ഞങ്ങൾക്ക്, ദൈവരായ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ലേ അല്ല. വായിക്കുക, ഒരെണ്ണം കയറുന്നില്ല. മത്തായി ഇത് കണ്ടിട്ട് ഇവരുടെ കണ്ണ് തുറക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്റെ മക്കളെ, കണ്ണ് തുറക്കാം. നമ്മുടെ ഈ ജീവിതം ഇപ്പൊ തീരും. നാം ഓരോരുത്തരും ശരീരത്തിലേക്ക് ചെയ്യുന്നത് നല്ലതാണ് തീയതായാലും അതിന് തക്കവണ്ണം പ്രായപ്പം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാൽ നിൽക്കേണ്ടി വരും. ആ ന്യായാസനത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് പാറ്റേണാ യേശുവെ പ്രവചിച്ചു വെച്ചേക്കണേ. വായിക്കേ, 7:21, 22, 23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ. അവർ കർത്താവേ എന്ന് പറഞ്ഞാൽ, അതായത് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം അങ്ങോട്ട് എത്തത്തില്ല. രക്ഷ വേണ്ടെന്നല്ല, അതുകൊണ്ട് മാത്രം. രക്ഷയുടെ സുവിശേഷം വഴിയാണ്. ഇതാണ് ഹെബ്രായ ലേഖനം 10:19 പറയുന്നേ. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴി യേശു തുറന്നു. അത് രക്ഷയുടെ സുവിശേഷം, കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ. അത് വഴിയാണ്. ആ വഴിയിലൂടെ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിലെത്തണം. അല്ലാണ്ട് വഴി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഞങ്ങൾക്ക് വഴി മാത്രമേ ഉള്ളൂ, ലക്ഷ്യമില്ല. അല്ലല്ല, നിങ്ങൾ അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന്റെ വചനം ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരോ, ഗലാത്യർ 3:3, ഇത്ര ബുദ്ധിയില്ലാത്തവരോ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡം കൊണ്ട് സമാപിക്കുന്നത് പുറകിലേക്ക് പോകുന്നു. അങ്ങനെയല്ല, മുമ്പോട്ടേക്കാ പോകണ്ടേ, പുറകിലേക്കല്ല പോകണ്ട, മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെടരുത്. ആരും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരത്തില്ല. ഹല്ലേലൂയ. നല്ല ദേവദാസന്മാരുണ്ട്. പക്ഷെ നല്ലൊരു പങ്കിന് നിങ്ങളുടെ പോക്കറ്റാ വേണ്ടത്, നിങ്ങളെ അല്ല വേണ്ടത്. പൗലോസിനെ പോലെ ഇതാ ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന ദൈവദാസന്മാരെ ഇന്ന് സഭയിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് ദൈവദാസന്മാരുടെ കാര്യമോ? 7:21 വിശ്വാസികൾ പുറത്തുപോയി. ദൈവദാസന്മാർ ഒരു സുവിശേഷം അറിയിക്കുന്നവരാ. അവരുടെ കർത്താവ് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാ. വായിച്ച 21, 22, 23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവനെന്ന് തീർത്തു പറയും. അപ്പോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്ത ഏകദാസന്മാരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം അധർമ്മം പ്രവർത്തിക്കുന്നവർ വിട്ടുപോകാൻ. കാരണം ഈ ഒരു സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് ഇപ്പോൾ അധർമ്മം ചെയ്യുന്ന പരിപാടി നടത്തിയിട്ടില്ല. രക്ഷയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ച അധർമ്മം ചെയ്യുന്ന പരിപാടി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവരായ സുവിശേഷത്തിൽ നീ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ അധർമ്മം പ്രവർത്തിക്കുന്ന പഴയ മനുഷ്യനെ ദൈവം തൂക്കിയെടുത്ത് കളയും. ഇത് തിരിച്ചറിവുകൊണ്ടാണ് 1 യോഹന്നാൻ 3:9 പ്രകാരമുള്ള ദൈവപുത്രന്മാർ നിന്നിൽ നിന്ന് പുറത്തിറങ്ങും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം നിശ്ചയിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയാ ഇന്ന് പല ക്രിസ്ത്യാനികൾക്ക് ഈ വചനം. ദൈവം നിശ്ചയിച്ചവൻ പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം ദൈവത്തിന്റെ വിത്തവനിൽ കിടക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല, അധർമ്മം ചെയ്യാൻ പറ്റത്തില്ല. ഇത് യേശുവിന്റെ പേര് പറഞ്ഞു നന്നായിട്ട് അധർമ്മം.
കാരണം ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നും പറ്റുന്നില്ല. അതിനെ സാധിപ്പാനല്ലേ ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. അതിന് ദൈവരാജ്യം പ്രസംഗിക്കാതെ എങ്ങനെ ആത്മാവിന്റെ നിയമം വരുന്നത്? ദൈവരാജ്യത്തിന്റെ ഉള്ളിലെ നിയമമാണ് ആത്മാവിന്റെ നിയമം. ഇന്ത്യയിലൊരു നിയമമുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിക്കാത്ത വീണുപോയ മനുഷ്യർക്കൊരു നിയമമുണ്ട്. അതാണ് ന്യായപ്രമാണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവരാജ്യത്തിന്റെ സിറ്റിസൺസ് ആയവർക്ക് വേറെ നിയമമുണ്ട്, ലോ ഓഫ് ദ സ്പിരിറ്റ്. അത് സഭയ്ക്ക് അറിയത്തില്ലല്ലോ. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള കേൾക്കട്ടെ എന്ന് പറയുന്ന നിയമം അറിയത്തില്ലല്ലോ. ഇത് പറയാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടാനെ പഴയ കച്ചവടക്കാർ എടുക്കണ നിന്റെ കൊട്ടയും വട്ടിയും എടുത്തോണ്ട് പോടാ എന്നാ മീൻകൊട്ടക്കാരനോട് പറഞ്ഞതുപോലെ നിന്റെ ഒരു ദൈവരാജ്യം ഇവിടെ വേണ്ട. ഞങ്ങൾ ഓൾറെഡി വിതച്ചിട്ടുണ്ട്, അത് മതി. രക്ഷയുടെ സൂചന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിൾ കോളേജിലും രക്ഷയുടെ സൂചന സിലബസിലില്ല. നീ പറഞ്ഞു വന്നാൽ ഞങ്ങൾ ഇതുപോലെയുള്ള ദൈവദാസന്മാരെ ഇറക്കിയിട്ട് നിന്നെ വെട്ടി താഴെയിടും. ഓരോ ദിവസവും ഓരോ മെസ്സേജ് ഞങ്ങൾ ഇറക്കും. സത്യം മരിക്കത്തില്ല സഹോദരങ്ങളെ. സത്യം പറഞ്ഞ യേശുവിനാണെങ്കിൽ കൊല്ലാം, പക്ഷെ സത്യത്തിന്റെ ഉടമയായ ദൈവം ഉയർത്തുന്നുണ്ട്. സത്യത്തിന് സാക്ഷി നിൽക്കുക യേശുവിനെ പോലെ. ഇതാ യേശു പറഞ്ഞേ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയച്ചു. സത്യത്തിന് സാക്ഷി നിൽക്കും. ഇനി അദ്ദേഹത്തിന്റെ വാദം എന്ന് പറഞ്ഞത് ഇതാ ജാതികളോട് പറയുന്നില്ല, ഇത് മുഴുവൻ ജാതികളോട് പറയുന്ന രംഗമായി കാണുന്നേ. ആ സഭയുടെ ഉള്ളിൽ യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്. ഇതാ ഇനി വ്യക്തതയോടെ യേശുക്രിസ്തു ലൂക്കോസ് 12:32 നമുക്ക് കാണാം, പിതാവ് നമുക്ക് തന്നോട് കൂടിയുള്ള വാസം നമ്മൾ ആരംഭിച്ചു കഴിയുമ്പോൾ പിതാവ് നമുക്ക് ഓഫർ ചെയ്യുന്നതാണ് കിങ്ഡം. ഹല്ലേലൂയ. വായിച്ചേ ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ ഓഫറാണ്. യേശുക്രിസ്തുവിന് ഈ ഓഫർ കൊടുത്ത പിതാവാണ്. പിതാവ് പറഞ്ഞു, നീ പോയിട്ട് പറയണം കിങ്ഡം നിങ്ങൾക്ക് തരാൻ പിതാവ് പ്രസാദിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. കിങ്ഡം നമുക്ക് തരാൻ. അദ്ദേഹത്തിന്റെ വാദം നമുക്ക് കിങ്ഡം ഇല്ല, യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ. വളരെ ചെറുതായിട്ട് ചിന്തിക്കും, യഹൂദന്മാർക്ക് മാത്രം. ശ്രദ്ധിച്ചേ, യഹൂദന്മാർക്ക് കൊടുക്കുന്ന കിങ്ഡം എന്ന് പറയുന്നത് തീർച്ചയായും ആ ഇസ്രായേലിനെ യഥാസ്ഥാനം കൊടുത്തു, രാജാവിനൊക്കെ കൊടുത്തു. പക്ഷെ ഇവിടെ ദൈവം ചെയ്യുന്നത് സർവഭൂമിമേലും ദൈവ രാജാവായി വരികയാ. സർവഭൂമിയുടെ അധികാരം ദൈവം ഏറ്റെടുക്കുകയാ, ക്രിസ്തുവിലൂടെയും ആദ്യം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കും. ദൈവരാജ്യം എന്ന് വെച്ചാൽ ഗോഡ് സോവീറിയൻ അതോറിറ്റി ആൻഡ് റെയിൻ ഓവർ ക്രിയേഷൻ ത്രൂ ക്രൈസ്റ്റ് ആൻഡ് എവരിവൺ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടികളിൽ മേലുള്ള പരമാധികാരം, ഭരണം ക്രിസ്തുവിലുള്ളവരിലൂടെയും. ആ ഭരണം വരാൻ പോകുന്നത്. അല്ലാണ്ട് ഇസ്രായേലിൽ ഒരു ചെറിയ സ്ഥലത്ത് ഭൂമിയുടെ ഒരു കൊച്ചു ഭാഗം, ചെറിയൊരു പെർസെന്റേജ്, അവിടെ മാത്രമല്ല ഭരണം ദൈവരാജ്യം ഒതുങ്ങുന്നത്. ഈ ഒരു തിരിച്ചറിവുണ്ടാകും. ഹല്ലേലൂയ. ദാനിയേൽ 7:18 ഇതിനെടുത്ത് വായിക്കാൻ തയ്യാറാകണേ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുക. അത് ഇസ്രായേലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. വായിച്ച് 7:18. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ. അതിന് ചെയ്യേണ്ടത് എന്റെ കുഞ്ഞെ, ക്രിസ്തയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. ഹല്ലേലൂയ. ഒരു വലിയ ആളെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ഇല്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്, ദൈവത്തിന്റെ മക്കളാണ്. സഹോദരൻ, ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച് ജനത്തെ നാശത്തിലേക്ക് തകർക്കല്ലേ. ഹല്ലേലൂയ. സുവിശേഷം എല്ലാവർക്കും ഉണ്ട്. അത് ആദ്യം യഹൂദനാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ആദ്യത്തെ 3.5 വർഷം, ദാനിയേൽ 70 വീക്കുമായിട്ടൊരു ബന്ധമുണ്ടതിന്. 70ാമത്തെ ആഴ്ചവട്ടം. ഹല്ലേലൂയ. ഒരാഴ്ചവട്ടത്തിൽ 7 വർഷമാണ്. ഇത് തിരിച്ചറിയുക. നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങൾ ശിഷ്യന്മാരോട് നിങ്ങൾ പോകുമ്പോൾ ശമര്യരുടെ അടുക്കൽ പോകരുത്, ജാതികളുടെ പട്ടണത്തിൽ പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കാണാതെ ആടുകളുടെ ഇടയിലേക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം സകല വാഗ്ദത്തങ്ങളും എല്ലാം ദൈവം കൊടുത്തത് അവർക്കാണ്. അതുകൊണ്ട് അവർക്കാണ് ആദ്യം സുവിശേഷം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം റോമ 1:16 പറയുന്നത് സുവിശേഷം. ഒരു ചോദ്യത്തിന്റെ ഉത്തരം, എന്തുകൊണ്ടാണ് ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദന്മാരോട് മാത്രം പറഞ്ഞത് ദൈവത്തിന്റെ, എന്നിട്ടാണ് പിന്നെ ജാതികളോട് പറയുന്നത്? അതിന്റെ ഉത്തരമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും.
രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാ. അപ്പൊ സുവിശേഷം ആദ്യം ആർക്കാ കൊടുക്കണ്ടേ? യഹൂദന്. വായിച്ചേ റോമ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായും ദൈവശക്തിയാകുന്നുവല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ഓർഡർ എങ്ങനെയാ? ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഇതാണ് യേശു പറഞ്ഞത്. എനിക്കും ആ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആളിന്റെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറയുമ്പോ തന്നെ യേശു പറയുന്നുണ്ട്, ഇപ്പൊ അത്രേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ. ഇത് കൂടാതെ വേറെ ആട്ടിൻകൂട്ടവും എനിക്കുണ്ട്, ഞാൻ അവരെയും ചേർക്കേണ്ടതാവുന്നു. അങ്ങനെ ഈ 2 ആട്ടിൻകൂട്ടം കൂടി ഒന്നായി ഞാൻ അവരെ നയിക്കേണ്ടതാവുന്നു. ഇതൊക്കെ ഒന്ന് പറഞ്ഞത് വായിച്ചു കേട്ടിട്ടില്ല? ഇവർ ഒന്നാകണം. ക്രൂശിൽ വെച്ച് യഹൂദന്മാരെയും, എഫെസ്യർ 2, യഹൂദന്മാരെയും യവനന്മാരെയും ഒന്നാക്കി തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ക്രിസ്തയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. നാം എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നായി ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. വചനം പറയാൻ നിങ്ങൾ തപ്പിയെടുത്ത് മൊത്തം വചനമായി പറഞ്ഞത് മൊത്തം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ സഹോദരന്മാർന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഇസ്രായേൽ മക്കൾക്ക് കിങ്ഡം കൊടുക്കുന്നത് കണ്ടോ? കിങ്ഡം ഓഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ശിഷ്യന്മാരല്ല ഇസ്രായേൽ മക്കളെ. ലൂക്കോസ് 12:32 നമ്മൾ വായിച്ചു. ഇനിയിപ്പോ ലൂക്കോസ് 22:29 വായിക്കുമ്പോ ശിഷ്യന്മാരോട് പറയാണ്, കിങ്ഡം, ശിഷ്യന്മാരല്ല യഹൂദന്മാരാണ്, അവരോട് പറയാണ്, കിങ്ഡം ഞാൻ നിങ്ങൾക്ക് തരും. എന്റെ പിതാവ് എനിക്ക് കിങ്ഡം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിലെ കിങ്ഡത്തെ കുറിച്ചാണ് പറയുന്നത്. കിങ്ഡം തന്നിട്ടുണ്ട്. എനിക്ക് പിതാവ് കിങ്ഡം വിഭാഗിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് കിങ്ഡം വിഭാഗിച്ചു തരും. ഫ്യൂച്ചർ ടെൻസ് വായിക്കും. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. എന്റെ പിതാവ്, യഹൂദന്മാരാണ് ശിഷ്യന്മാരെ, കേട്ടോ. എന്റെ പിതാവ് എനിക്ക് കിങ്ഡം വിഭാഗിച്ചു തന്നതുപോലെ. അപ്പൊ കിങ്ഡം ആരുടെയാ? പിതാവിന്റെ. അത് ആർക്ക് തന്നിട്ടുണ്ട്? എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് 2ാം ലെവല്. അത് ഞാൻ ആർക്ക് തരും? നിങ്ങൾക്ക് തരും. അതാണ് 3ാം ലെവല്. ദൈവരാജ്യത്തിന്റെ 3 ലെവലുകളുണ്ട്. ഇത് മനസ്സിലാക്കും. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. 3 ലെവലുകളാണ്. ഹല്ലേലൂയ. നമ്മൾ അതിനെ പിടിച്ച് ഈക്വലാക്കി വെച്ചു. എല്ലാ ഹെഡുകളും ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല. ഒരു ഹൈറാർക്കി ഉണ്ട്, ഒരു ഭരണക്രമമുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിക്കാൻ പറ്റാത്തതെന്ന്. 3ാം നൂറ്റാണ്ടിലോ 4ാം നൂറ്റാണ്ടിലോ ഒക്കെ ട്രിനിറ്റി കയറി വന്നു. ആ ട്രിനിറ്റി കയറി വന്ന് ട്രിനിറ്റി ഒരു വമ്പം ബ്ലോക്ക് ആയിട്ടിരിക്കുക. എന്തിനാ? ദൈവരാജ്യം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യം പ്രസംഗിച്ചാൽ ട്രിനിറ്റി മാറണം. ട്രിനിറ്റി സത്യമായിട്ടുള്ള കാര്യമാണ്. സ്വർഗസ്ഥ പിതാവിലല്ല, ക്രിസ്തുവിൽ. ക്രിസ്തുവിലാണ് പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ്. അതുപോലെയാണ് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കാൻ പറഞ്ഞപ്പോ അപ്പോസ്തലന്മാർ അനുസരിച്ചില്ലെന്ന് പറഞ്ഞു ഇന്ന് അടി നടക്കാൻ കേട്ടില്ലേ? യേശുനാമത്തിലെ സ്നാനമൊന്നും. യേശുവിന്റെ നാമത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. സ്വർഗസ്ഥ പിതാവിലല്ല. സ്വർഗസ്ഥ പിതാവ് ഏകനാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവങ്ങൾ എന്ന് പറയുന്നത്, ഏലോഹീം എന്ന് പറയുന്നത് അനേകരുണ്ടെങ്കിലും പിതാവായ ഏക ഏലോഹീമേ നമുക്കുള്ളൂ. വചനം തെറ്റിപ്പോവോ? വചനത്തിൽ നീക്കം വന്ന് കൂടായല്ലോ. ഇതല്ലേ യേശു പറയുന്നേ? ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവരേക്ക് ദൈവങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ദൈവവചനത്തിന് മാറ്റം വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ദൈവോത്തരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വെട്ടിക്കേറി വരുന്നത്. വചനത്തിന് മാറ്റം വരത്തില്ല, നമ്മുടെ മനസ്സിനെ മാറ്റം വരത്തില്ല. മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കാൻ തയ്യാറാണ്. അല്ലാണ്ട് ഞാൻ എന്റെ പാരമ്പര്യം പിടിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനം നരകത്തിൽ കൊണ്ടുവരും ഒരു പക്ഷേ. എന്റെ പ്രിയ സഹോദരനെ, അത് ആ ക്രമീകരണം നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇതാ ഇസ്രായേൽ മക്കൾക്ക് ശിഷ്യന്മാർക്ക് ഭരണം കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഇനി അതേ ഭരണം ജാതികളുടെ ചർച്ചയ്ക്ക് കൊടുക്കാന്ന് പറയാം. നമ്മൾ ആദ്യ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ 2 സെന്ററുകളാണ് സഭയ്ക്ക്. ഒന്ന് യെറുസലേമും മറ്റത് ആന്റിയോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. 2 സെന്ററുകളാണ്. ജെറുസലേമിന് അവിടെ യഹൂദന്മാരുടെ കോളനി, യഹൂദന്മാർക്കാണ് മെജോറിറ്റി. പക്ഷെ ആന്റിയോക്ക് ജാതികളുടെ മെജോറിറ്റി. 2 സെന്ററുകളായി. അപ്പോ പൗലോസിന് ഈ ജാതികളുടെ ഇടയിലുള്ള സുവിശേഷമാണ്. പത്രോസിനും കൂട്ടർക്കും യഹൂദന്മാരുടെ ഇടയിൽ. അപ്പോ പത്രോസും കൂട്ടരും ഒക്കെ ജെറുസലേമാണ് സെന്ററായിട്ട് വെച്ചിരുന്നത്. എന്നാൽ പലപ്പോഴും പൗലോസിന്റെ മിഷണറി യാത്ര അന്ത്യോക്യയിൽ നിന്നാണ് കടന്നു വരുന്നത്. അങ്ങനെ പുള്ളി ജാതികളുടെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുക. അങ്ങനെ വന്നപ്പോഴാണ് ഏഷ്യ മൈനറിലെത്തിയത്. ഏഷ്യ മൈനറിലാണ് എഫെസസ് ഒക്കെ ഇരിക്കുന്നത്. അവിടെയാണ് ജാതികളുടെ സ്ഥലമാണ്. എഫെസസിലെ അർത്തേമിസ് ദേവി എന്ന് കേട്ടിട്ടില്ലേ? അവര് പൗലോസിനെതിരെ അന്ന് ബഹളം ഉണ്ടാക്കി. ഇന്ന് എനിക്കെതിരെ ഇപ്പോഴത്തെ പഴയ ടീച്ചർമാർ ബഹളം ഉണ്ടാക്കുന്നത് പോലെ ഞങ്ങളുടെ ആർത്തേമിസ് ദേവിയുടെ മഹത്വം ഇല്ലാതെയായിപ്പോ, ഞങ്ങൾ ഇതുവരെ പ്രസംഗിച്ച രക്ഷയുടെ സൂചിയുടെ ഇല്ലാതെയായിപ്പോ, അവൻ ദൈവരാജ്യ സൂചിയുടെ കൊണ്ട് വന്നിരിക്കുന്നു.
ദൈവരാജ്യ സുവിശേഷം പറഞ്ഞേ പറ്റും. മത്തായി 24:14 രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കപ്പെടും, അതോടെ യുഗം തീരും, യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനാക്കി ഭരണം തുടങ്ങും. ആ ഭരണത്തിൽ കുഞ്ഞേ ദേവദാസനെ അങ്ങും കൂടി ഉണ്ടാകണം. വചനം മാറൂല, നമ്മൾ അതിന് തടസ്സം സ്വർഗത്തിലെ നമ്മളെ എടുത്തു മാറ്റി. ഈ ടെക്നോളജി തന്നെ കർത്താവ് ഇത്രത്തോളം വർദ്ധിപ്പിച്ചത് ദൈവരാജ്യ സുവിശേഷം ഇതേപോലെ ലോകത്തിന്റെ എല്ലായിടത്തും എത്താൻ വേണ്ടി. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിലും ദൈവം അതിനുള്ള മരം കിട്ടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ അനുസരിച്ചോട്ടോ. ഇപ്പോ ലൂക്കോസ് സുവിശേഷം 22:29 ശിഷ്യന്മാരോട് പറയാണ്, എന്റെ പിതാവ് എനിക്ക് കിങ്ഡം വിഭാഗിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് കിങ്ഡം വിഭാഗിച്ചു തരും. അനുസരിച്ചോട്ടോ. ഇതേ സന്ദേശം യവനന്മാർക്ക് ഇല്ലെന്നല്ല കിങ്ഡം. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലെ 7 ചർച്ചുകളും യവന ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോ ഏഷ്യ മൈനറിലെ, ജെറുസലേമിലല്ല, ഏഷ്യ മൈനറിലെ ആർതെമിസ് ദേവിയെയും മറ്റു വിഗ്രഹങ്ങളെയും ആരാധിച്ച് നടന്ന ജാതികളുടെ ഇടയിൽ ഉണ്ടായ ചർച്ചകൾ, അവിടെ യവനന്മാർക്കാണ് മെജോറിറ്റി. അവരോടാണ് സംസാരിക്കുന്നത്. അവരോട് യേശു പറയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വേട്, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് കിങ്ഡം വിഭാഗിച്ച് തരും. ഹല്ലേലൂയ. അപ്പൊ യവനന്മാർക്ക് കിങ്ഡം ഇല്ലേ? വായിച്ചേ 2:26-27 വെളിപ്പാട് പുസ്തകം 2:26-27. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജാതികളല്ല, രാഷ്ട്രങ്ങൾ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ജയിക്കുകയും ദാ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ജാതികളുടെ മേൽ, ഞാൻ ജാതികളല്ല രാഷ്ട്രങ്ങൾ, ഹല്ലേലൂയ, രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരും. തുയഥൈരയിലെ സഭയോട് പറയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച്, ഈ ചർച്ച ഏതാണെന്നറിയാമോ? ജാതികളുടെ ഇടയിലെ ചർച്ച. തുയഥൈരയിലെ സഭയോട് പറയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ, കിങ്ഡം തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരും. ഐ വിൽ ഗിവ് പവർ ഓവർ ദി നേഷൻസ്. ഹല്ലേലൂയ. രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരും. ഈ വെളിപ്പാട് പുസ്തകം ആദ്യം തുടങ്ങുന്നത് നിങ്ങൾക്കറിയാലോ, ഈ 2-ാം അധ്യായം 1-ാം വാക്യം പറയുമ്പോൾ എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതാനാ പറഞ്ഞു. എഫേസസിലെ സഭയാണ് നേരത്തെ ജാതിയുടെ ഇടയിലെ സഭ, പൗലോസ് പ്രസംഗിച്ച സഭ. ആ സഭയിലെ ദൂതൻ എഴുതാനാ പറഞ്ഞത്. അതിനോട് ചുറ്റുവട്ടമുള്ള ഏഷ്യ മൈനറിലെ 7 സിറ്റികളാണ് ഈ പറഞ്ഞ എഫേസസ് മുതല് ലവോദൂക്യ വരെ പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോ നിങ്ങൾക്ക് ആ രംഗം ഒന്ന് മനസ്സിലാവും, അതിന്റെ ആ ജോമെട്രിക് ലെവൽ നിങ്ങൾ ഒന്ന് മനസ്സിലാവും. ഓ ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജെറുസലേം ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ തന്നെ ഇതാ ഈ പറഞ്ഞ ചർച്ചുകൾ, 7 സഭകൾ ഇരിക്കുന്ന സ്ഥലം. ഇത് ജാതികളുടെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് കാണാം ടർക്കിയുടെ ഭാഗമാണ്, ഏഷ്യ മൈനറിലെ ഒരു സ്ഥലമാണ്. ഇതാ 7 ചർച്ചുകൾ: എഫേസസ്, സ്മുർന, പെർഗമോസ്, തൈതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. അങ്ങനെ 7 ചർച്ചുകളുണ്ട്. ഈ ചർച്ചുകളൊക്കെ ജാതി മെജോറിറ്റി ചർച്ചുകളാണ്. ഈ ചർച്ചുകളോടാണ് യേശു ക്രിസ്തു താൻ പുനരുദ്ധാനത്തിന് ശേഷം നേരിട്ട് ഇതാ 7 ചർച്ചകളുടെ ഇടയിൽ നടന്നുകൊണ്ട് സംസാരിക്കുന്നു. അവിടെ പ്രിയ സഹോദരങ്ങളെ, അവിടെ ഓഫർ ചെയ്യുന്നത്, യേശു ക്രിസ്തു അവിടെ ഓഫർ ചെയ്യുന്നത്, അവർക്ക് ഓഫർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കിങ്ഡമാണ് ഓഫർ ചെയ്യുന്നത്. വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 3:21. അതിൽ ലവോദൂക്യ സഭയ്ക്ക് ഓഫർ ചെയ്യുന്നത് എന്താണ് നമുക്ക് കേൾക്കാം. ഞാൻ ജയിച്ചു, എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ. കിങ്ഡമാണ് ഓഫർ ചെയ്യുന്നത്. വായിച്ചേ, അല്ലാണ്ട് യഹൂദന്മാർക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും.
ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. മനസ്സിലായോ? എന്താ ഓഫർ തരുന്നത്? നിങ്ങൾ രാജാക്കന്മാരായി മാറും. ദൈവഭവനത്തിൽ രാജാക്കന്മാരായി. ആ ദൈവഭവനത്തിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ നിങ്ങൾക്ക് കിങ്ഡത്തിൽ ജയിക്കണം. ഇന്ന് സഭയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു പറയുന്ന ഈ ജയം ഇന്ന് സഭകളിൽ കാണത്തില്ല. സഭകൾ പറയുന്ന ആരാധിച്ചാൽ മതി. ആരാധിക്കണം നല്ലതാ, ആരാധനയ്ക്ക് യോഗ്യനായതിനെ ആരാധിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവരാജ്യം കിട്ടത്തില്ല. ദൈവരാജ്യം കിട്ടണമെങ്കിൽ ജയം പ്രാപിക്കും. ഇന്ന് സഭ എറർ സ്പിരിറ്റിന്റെ കീഴിൽ പോയെന്നതിന്റെ വ്യക്തമായ തെളിവാ ജയം എന്ന് പറഞ്ഞ പരിപാടി മിണ്ടത്തില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ ഗൈഡ് ചെയ്യുന്ന വിശുദ്ധ ബൈബിൾ അവസാനിക്കുമ്പോൾ വെളിപ്പാട് 21:7 പറയാണ്, ജയിക്കുന്നവനാണ് ഇത് അവകാശമുള്ളത്. ഈ അവകാശം ജയിക്കുന്നവനേ ഉള്ളൂ. എന്റെ ദേവദാസനെ, എന്റെ സഹോദരൻ, എന്റെ സഹോദരിയെ, നമ്മൾ ജനത്തെ ചതിക്കരുത്. വ്യക്തതയോടെ പറഞ്ഞു കൊടുക്കണം, എന്റെ മോനെ, ജയം പ്രാപിച്ചാലേ നിനക്കത് അവകാശം കിട്ടുള്ളൂ. അത് രക്ഷിക്കപ്പെട്ടതെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് സ്വർഗരാജ്യം കിട്ടില്ല. രക്ഷിക്കപ്പെടാൻ വേണ്ടി, ദൈവരാജ്യം കിട്ടാൻ വേണ്ടിയാണ് നീ രക്ഷിക്കപ്പെട്ടത്. നീ രക്ഷിക്കപ്പെട്ടത് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നാണ്. പക്ഷെ ദൈവരാജ്യം നിന്റെ ഭാവി ജീവിതമാണ്. ഇത് പറഞ്ഞു കൊടുക്കണോ? കഴിഞ്ഞകാല ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പേയ്മെന്റ് കൊടുത്തു, യാഗമായി. പക്ഷെ വരുംകാല ജീവിതത്തിൽ എത്തണമെങ്കിൽ നാം യേശുവിനെ അനുസരിച്ച് നാം ദൈവപുത്രന്മാരായി വെളിപ്പെടണം, ജയം പ്രാപിക്കണം. വായിച്ച് 21:7. ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്റെ സഹോദരങ്ങളെ, ദൈവവചനം സത്യമല്ലേ? ജയിക്കുന്നവനെ ഇത് കിട്ടുള്ളൂ. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ഒരു അവകാശം നമുക്കുണ്ട്. ഒരു രക്ഷ മാത്രം തീർന്നുകൊണ്ട് പോരില്ല. രക്ഷ പ്രാപിച്ചവൻ, അതാണ് വീണ്ടും ജനനം. നാം എന്തിനായി വീണ്ടും ജനിച്ചിരിക്കുന്നു? ദൈവത്തിന്റെ വചനം പത്രോസിന്റെ ലേഖനത്തിൽ പറയാണ്, നാം വീണ്ടും ജനിച്ചത് ഒരു അവകാശത്തിനായി. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിച്ചു. പക്ഷെ അവകാശം കിട്ടണമെങ്കിലോ നാം ജയിക്കണം. ജയിച്ചാലേ കിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവായ യേശു രക്ഷയുടെ സുവിശേഷം അനുഭവിച്ചവർ, യേശുവിനെ കർത്താവായി വിളിച്ചവരെ, യേശുവിന്റെ സുവിശേഷം അറിയിച്ചവരെ ഗെറ്റ് ഔട്ട് അടിച്ചേ. ജയിച്ചാലേ കിട്ടുള്ളൂ. അധർമ്മം പ്രവർത്തിക്കുന്നവന് കിട്ടത്തില്ല. ഇത് ജയിക്കണം, ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോ ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ, അത് ജാതികൾക്ക് ഇല്ല എന്ന് പറയുന്ന ആ സന്ദേശം ഒരു കുരുട്ട് സന്ദേശമാ. അതിനിവിടെ കട്ട് ചെയ്ത് കളയും. ദൈവം നമുക്ക് എല്ലാവർക്കും കിങ്ഡം വാഗ്ദത്തം ചെയ്തു. എല്ലാവർക്കും. ഇതാണ് ജയിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ അവസാനം വെളിപ്പാട് 22:5 പറയുന്നു, ആ ജയിച്ച് ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടി ജീവിപ്പാൻ ക്വാളിഫൈ ആയിട്ടുള്ള വ്യക്തിയാണോ നീ? ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ എന്നേക്കും രാജാവ്. വായിക്കേ 22:5. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ശ്രദ്ധിച്ചേ, ബൈബിള് തീരുകയായി അദ്ദേഹത്തിലൂടെ. അവർ എന്നേക്ക് രാജാക്കന്മാർ. യഹൂദന്മാർ രാജാക്കന്മാര്, നമ്മളൊക്കെ പ്രജകളും. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അവർ എന്നേക്ക് രാജാക്കന്മാർ. എങ്ങനെയാണ് കാര്യത്തിന്റെ അവസാനം എന്ന് അറിയാമോ? ഈ ഭൂമിയുടെ, ജെറുസലേം മാത്രമല്ല, ഈ ഭൂമിയുടെ മൊത്തം ഭരണം അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കയ്യിലേക്ക് ദൈവം തരികയാണ്. ഇതാണ് ദാനിയേൽ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 28-ാം വാക്യവും അതിന്റെ 27-ാം വാക്യവും വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെയാണ് കാര്യത്തിന്റെ സമാപ്തി എന്ന് 7:28 പറയുമ്പോൾ 7:27 പറയാണ്. എങ്ങനെയാണ് സമാപ്തി? അതിന്റെ 27 വായിച്ച്. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ശ്രദ്ധിച്ചേ, അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭൂമി മുഴുവൻ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കയ്യിലിരിക്കും. മനസ്സിലായോ? പിന്നെ രാജ്യത്വം, ആധിപത്യം
ആകാശത്തിന്റെ കീഴിൽ എല്ലാവരും ഉള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും നിങ്ങൾ വിശുദ്ധനായിരിക്കണം. ദൈവത്തിന്റെ ഡിമാൻഡ് പ്രകാരം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച്, നമുക്ക് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് അപ്പോൾ അറിയുന്ന ന്യായപ്രമാണത്തിലുള്ള ശുദ്ധീകരണമല്ലേ. ന്യായപ്രമാണം കൊണ്ട് ഒരുവനും ദൈവസ്ഥ നീതീകരിക്കപ്പെടത്തില്ല. ഇതാണ് പറഞ്ഞത്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കണമെങ്കിൽ ആത്മാവിന്റെ വിശുദ്ധീകരണം വേണം. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ദൈവം യേശുക്രിസ്തുവിൽ ഉള്ളവരിലൂടെ ഭൂമി മുഴുവൻ വാഴാൻ പോവുകയാണ്. ഇതിന്റെ പേരാണ് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും. ഇതാണ് സുവിശേഷം. ആ പപ്പയോട് കൂടെ വസിക്കുന്നതാണ് സുവിശേഷം. അതിലേക്കുള്ള വഴിയാണ് ക്രിസ്തു. ഒരു ചിത്രം കാണിച്ച് നമുക്ക് തൽക്കാലം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓ ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ഈ സുവിശേഷം. നേരത്തെ നമ്മൾ കേട്ടു, ഓ ഫാദർ വി താങ്ക് യു, Lord I love you. Father we thank you, glory. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുത്തൊക്കെ വെച്ചോട്ടോ. ഓ ഫാദർ വി താങ്ക് യു. ഇതാ ദൈവരാജ്യ സുവിശേഷത്തിലേക്കുള്ള വഴിയാണ് രക്ഷയുടെ സുവിശേഷം. ഈ ഒരു തിരിച്ചറിവുണ്ടാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വഴിയും കാണാം. വഴിയുടെ അറ്റത്തൊരു പ്രകാശം, അവിടെ ഒരു വീടും കാണാം. ഹല്ലേലൂയ. ഇതാ നാം ഓരോരുത്തര് ലോകം എന്ന ജയിലിൽ കിടക്കുകയാണ്. ലോകം എന്ന തടവറയിൽ കിടക്കുകയാണ്. ആ തടവറയിൽ നിന്ന് രക്ഷയുടെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മളെ വിമോചിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് ശീമോൻ കുഞ്ഞുനാളിൽ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞത്, ഇപ്പോൾ നാഥാ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണേ. നീ സർവ്വജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവന്നു. ആ യേശുവാണ് സ്വർഗീയ പിതാവ് ഒരുക്കിയ രക്ഷ. ആ ലോകം എന്ന ജയിലിൽ നിന്ന് പാപം നിമിത്തം പിശാചിന്റെ അടിമത്തിൽ കിടന്ന് നമ്മളെ വിടുവിക്കുകയാണ് കാൽവരി ക്രൂശിലെ മരണത്തിൽ. തുടർന്ന് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി. യേശു പറഞ്ഞു 25-ലധികം പ്രാപിച്ച 4 സുവിശേഷങ്ങൾ ഫോളോ മീ, ഞാൻ അനുഗമിക്കേ. ആ യേശു ആവുന്ന വഴിയിലൂടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്, സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയാണ്. അതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. 1 തെസ്സലോനിയൻസ് 5:9-10 ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് ഒന്നും കൂടെ, നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് ഒന്നും കൂടെ, നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. അതാണ് ലക്ഷ്യം. അതാണ് സ്വർഗീയ പിതാവോട് ഒരുമിച്ചുള്ള വാസം. ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ നിയമിച്ചത്. അപ്പോ ആദ്യം രക്ഷിക്കപ്പെടുന്ന ലോകത്ത് നിന്ന്, തുടർന്ന് ദൈവത്തോടുകൂടെ ജീവിപ്പാൻ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അവിടെ എത്താൻ പ്രതീക്ഷിക്കുകയും വേണ്ട. ശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ആ ഒരു വാഗ്ദത്തം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നത്, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. എവിടെ? ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. അവന്റെ വാഗ്ദത്ത പ്രകാരം അവിടെ ദൈവത്തോട് വസിക്കും. അപ്പോ ഈ യാത്ര, എന്റെ മക്കളെ, ഇത് നിങ്ങൾ തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കി പോകണം. സ്വർഗീയ പിതാവിലേക്കുള്ള വഴിയാണ് ക്രിസ്തു. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ജനറലി മനസ്സിലാക്കിയത് സൂയസ് കനാലാണ്. സൂയസ് കനാൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഷിപ്പ് വന്ന് ബ്ലോക്കായി. ആ ബ്ലോക്ക് മാറ്റിയാലേ തുടർന്ന് ഷിപ്പുകൾക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഷിപ്പ് ക്യൂ ആയിട്ട് പോവുകയാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, ബ്ലോക്ക് മാറ്റി, കാൽവരി യാഗത്തിലൂടെ നമുക്ക് ഇനി സുഖമായിട്ട് ആ 2 കടലികൾ, ഏഷ്യയും യൂറോപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന സൂയസ് കനാൽ ഓപ്പൺ ചെയ്തതുപോലെ ക്രിസ്തു ലോകവും ദൈവരാജ്യവും ഓപ്പൺ ആക്കി. ഇനി നമുക്ക് ക്രിസ്തുവിനെ അനുഗമിച്ച് നമുക്ക് ദൈവരാജ്യത്തിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകാം. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, രക്ഷിക്കപ്പെട്ട അപ്പോസ്തലനായ ഞാൻ അതോടുകൂടി എല്ലാം തീർന്നൊന്നും പറഞ്ഞിരിക്കുകയല്ല. ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമോടിയുടെ വിരുദ്ധനായി ഈ ലാക്കിലേക്ക് ഓടുകയാണ്. ഏഷ്യയിൽ നിന്ന് കപ്പലുകൾ യൂറോപ്പിൽ ലക്ഷ്യമാക്കി സൂയസ് കനാലിലൂടെ പോകുന്നത് പോലെ ഞങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞുള്ള സന്ദേശമാണ്. എന്നാൽ ആ ബ്ലോക്കൊക്കെ മാറ്റി യേശു ക്രിസ്തു കൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്കിവിടെ വളരെ വ്യക്തതയോടെ മറ്റൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓ ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ആ വഴിയുടെ ചിത്രം കുറച്ചും കൂടി വ്യക്തതയോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാ കാണുക, ഇത് നമുക്ക് പുറകെ പഠിക്കാം. ഈ ചിത്രം നിങ്ങൾ കണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഈ ചിത്രം ഫോട്ടോ എടുക്കേണ്ട ഒരു ഫോട്ടോ എടുത്തോ, വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ജീസസ് വർക്ക് എന്ന് പറഞ്ഞ ആദ്യ ഭാഗം കൊടുത്തിട്ടുണ്ടല്ലോ, നോക്കിയേ. ജീസസ് വർക്ക് എന്ന് പറയുന്ന ആദ്യ ഭാഗം കണ്ടോ? കാൽവരി ക്രൂശിലെ യാഗം, നമ്മൾ ജയിലിൽ കിടക്കുന്നു, ലോകത്തിന്റെ തടവറ, കാൽവരി ക്രൂശിലെ യാഗം. ഇതാണ് രക്ഷയുടെ സുവിശേഷം. ഇതിന് നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്ക് സൗജന്യമാണ്. യേശു വില കൊടുത്തത് കൊണ്ട് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ അവിടുന്ന് ആ ലോകം എന്ന ജയിലിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. എക്സ്പ്ലനേഷൻ ഒക്കെ അടുത്ത സന്ദേശത്തിൽ ദൈവം അനുവദിക്കണമെങ്കിൽ മോചിപ്പിച്ചു. ഇതാ യേശു 25 പ്രാവശ്യത്തിലധികം എന്നെ അനുഗമിക്കുന്നു പറഞ്ഞ യേശുവിനെ അനുഗമിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? ദൈവരാജ്യം എന്ന പിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ യാത്രയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടില്ല, ജയിച്ചാലും കിട്ടും. ഈ സുവിശേഷമാണ് ഇന്ന് ദൈവരാജ്യ സുവിശേഷം. ഇത് സഭകളിൽ പ്രസംഗിക്കാത്തത്. ഈ സുവിശേഷമാണ് ബൈബിളിന്റെ സിലബസിൽ ഇല്ലാത്തത്. എന്നിട്ട് അറിവില്ലാത്ത ദേവദാസന്മാർ ഈ സഹോദരനെ പോലെ രക്ഷയുടെ സുവിശേഷം മാത്രമേ നമുക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് മണ്ടത്തരായി കാണിക്കണേ. നമ്മൾ ആത്മഹത്യ ചെയ്യല്ലേ? നമ്മൾ മാത്രമാണെങ്കിലോ അത് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ഏൽപ്പിച്ച ജനോ കുരുടനെ വഴി നടത്തിയാൽ 20 കുഴി വീഴത്തില്ലേ? ഇതാ ഇതിന്റെ ആദ്യ ഭാഗം രക്ഷയുടെ സുവിശേഷം, രണ്ടാമത് ഭാഗം ദൈവരാജ സുവിശേഷം. ദൈവരാജ സുവിശേഷം നീ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ രക്ഷയുടെ സുവിശേഷം ഉണ്ട്. ദൈവരാജ സുവിശേഷം സൗജന്യമല്ല, നാം അവകാശമാണ്. ജയിച്ചാലേ കിട്ടുള്ളൂ. രക്ഷയുടെ സുവിശേഷം സൗജന്യമാണ്. യേശുവിനെ കർത്താവ് അംഗീകരിച്ചാൽ മതി. യേശുവിനെ കർത്താവ് അംഗീകരിച്ചിട്ട് ദൈവരാജ സുവിശേഷത്തിൽ കയറാൻ തക്കോണം താൻ വിശുദ്ധനായതുപോലെ നാം വിശുദ്ധരാകുന്നില്ല എങ്കിൽ, ദൈവപുത്രന്മാരെ വെളിപ്പെടുന്നില്ല എങ്കിൽ നമുക്കവിടെ കയറാൻ പറ്റില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രാജ്യത്ത് പ്രവേശിക്കണം. ഇതല്ലേ കർത്താവ് നമ്മോട് പറഞ്ഞേ? ഇതല്ലേ ദൈവരാജ്യം ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. ദൈവം അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷി എന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ. അതാണ് ദൈവരാജ്യത്തിലേക്കുള്ള രക്ഷ. നാം രക്ഷപ്പെട്ടത് എവിടുന്നാ? ലോകത്തിൽ നിന്നാ. പക്ഷെ എങ്ങോട്ടേക്ക് രക്ഷപ്പെടേണ്ടേ? ദൈവരാജ്യത്തിലേക്ക്. അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടില്ലെങ്കിലോ എല്ലാം പോയില്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക. നാം രക്ഷപ്പെട്ടത് എവിടുന്നാ? ലോകത്തിൽ നിന്നാ. എങ്ങോട്ടേക്ക് രക്ഷപ്പെടേണ്ടേ? ദൈവരാജ്യത്തിലേക്കാ. പക്ഷെ അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിലോ എല്ലാം തീർന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഹെബ്രായ ലേഖനം 1, 2, 3, 4 അധ്യായം നന്നായിട്ട് പഠിക്കണം. അവിടെ പറയുന്നു കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. കർത്താവ് പറഞ്ഞാണ് ദൈവരാജ്യം സുവിശേഷം. ദൈവം അത്ഭുതങ്ങളാണ് ഞങ്ങൾ ഉറപ്പിച്ചു തന്നത്. സ്വർഗീയ പിതാവാണ് യേശുവിനോട് അത്ഭുത അടയാളം ചെയ്തത് തന്റെ ആത്മാവിനെ. കേട്ടവർ അപ്പസ്തലന്മാർ വീണ്ടും പറഞ്ഞ് വീണ്ടും ദൈവരാജ്യം പ്രസംഗിച്ച് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ. നാം പറയാണ് അത് നമുക്ക് വേണ്ട. കർത്താവ് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, അത് യഹൂദന്മാർക്കേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. നോ. അറിവില്ല എങ്കിൽ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. ഹല്ലേലൂയ. ദൈവം പണ്ട് ഭാഗമായിട്ടാണ് അരുളി ചെയ്തത്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. ആ പുത്രൻ എന്താ അരുളി ചെയ്തേ? ദൈവരാജ്യ സുവിശേഷമല്ലേ? അത് എവിടെ പോയി? അത് സഭയിൽ എവിടെ പോയി? രക്ഷയുടെ സുവിശേഷം മാത്രമായിട്ട് ഒതുങ്ങി എന്ന് പറഞ്ഞിട്ട് വാദിച്ചിട്ട് എന്താ കാര്യം? ഈ ജനം മുഴുവൻ നരകത്തിലേക്ക് പോവല്ലേ? അവരൊന്നും അറിയത്തില്ല. അവര് നിങ്ങൾ എന്നാ പറഞ്ഞാൽ അവർ കേൾക്കും. നിങ്ങൾ സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കും, ഹാലേലൂയ പറഞ്ഞാൽ ഹാലേലൂയ പറയും. അവർക്കൊന്നും അറിഞ്ഞില്ല, അവർ കുരുടന്മാരാ. പക്ഷേ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കല്ലേ വേണ്ടേ? ഹല്ലേലൂയ. അങ്ങനെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭയത്തോടും ഭക്തിയോടും കൂടെ ക്രിസ്തുവെ അനുഗമിക്കുക, ക്രിസ്തുവെ അനുസരിക്കുക, ക്രിസ്താനുരൂപരായി വഴങ്ങുക. അങ്ങനെ ദൈവരാജ്യം അവകാശമാക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളോട് പറയാനായിട്ട് ഇടയായതിന്റെ കാരണം വേറൊന്നുമല്ല. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇളകിപ്പോകരുത്, നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. ഇതാ എല്ലാ ദിവസവും ഓരോ ഷാജി ജോസഫിനെതിരെ, ഷാജി ജോസഫിന്റെ സന്ദേശത്തിനെതിരെ, SVJ മിനിസ്ട്രിക്കെതിരെ ഒക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവരവരുടെ പണി ചെയ്യട്ടെ. ഇതാ നിങ്ങൾ ഈ വചനത്തെ ഒരു കവചമായി, ഒരു ഹെൽമറ്റായി നിങ്ങളുടെ മേൽ ധരിക്കുക. ഹല്ലേലൂയ. ദൈവഇഷ്ടം ചെയ്യുക, പാപത്തിൽ നിന്ന് ഓടി അകലുക, വിശുദ്ധിയിൽ ജീവിക്കുക. ഒരു മനുഷ്യനെതിരെ ദൂഷണം പറയരുത്, തിന്മ പറയരുത്, പക്ഷെ സത്യത്തിന് സാക്ഷി. ഇന്ന് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ച ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയുടെ കണ്ണ് എങ്ങനെയെങ്കിലും തുറക്കണം. എന്റെ കഥ ആർക്ക്? ആ ഡേവിഡ് എന്ന് പറയുന്ന സഹോദരന്റെ കണ്ണ് എങ്ങനെയെങ്കിലും തുറക്കണം. ഹല്ലേലൂയ. സത്യത്തിനെതിരെ മറുത്ത് നിന്ന് നശിച്ചു പോകാതെ സത്യത്തെ സാക്ഷി യേശുവിനെ പോലെ, ശിഷ്യന്മാരെ പോലെ സാക്ഷി നോക്കാനുള്ള കൃപ അദ്ദേഹത്തിനും നമുക്കും എല്ലാം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ കണ്ണിലടയ്ക്കും. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ പ്രസാദം
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, ഒരു കൈയിൽ വാളും ഒരു കൈയിൽ പണിയായുധവുമായി ജെറുസലേം അതിൽ പണിതതുപോലെ ഈ നാളുകളിൽ അങ്ങയുടെ ശുശ്രൂഷയിൽ ഒരു കൈയിൽ ദുഷ്ടന്റെ തീയമ്പുകളെ എതിർക്കുവാൻ വിശ്വാസം എന്ന പരിച ജനത്തിന്റെ ഉള്ളിൽ അങ്ങ് ഒരുക്കുന്നതിനായി വന്നു. മറുഭാഗത്ത് ക്രിസ്തു എന്ന തലയോളം വളർത്തുന്ന അങ്ങയുടെ മഹാകരുണയ്ക്കായി, ആ ജീവന്റെ വചനങ്ങൾക്കായി നന്ദിയോടെ. നല്ല പിതാവേ, ഞങ്ങളെ എതിർക്കുന്നവർ അവർ എന്താണ് ചെയ്യുന്നത് അവരെ അറിയുന്നു. അവരോട് ക്ഷമിക്കാൻ, അവരെയും സത്യത്തിന്റെ പാതയിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ കോടാനുകോടി ജനങ്ങൾ മത്തായി 7, 21, 22, 23 ന്യായവിധിയിലേക്ക് രക്ഷയുടെ സുവിശേഷം അനുഭവിച്ച് കടന്നു വരുമ്പോ എന്റെ പ്രിയ പിതാവേ, അടിയുടെ ഹൃദയം വേദനിക്കുന്നു. അപ്പ അങ്ങ് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പിശാചിന്റെ റാക്കറ്റ് അങ്ങ് തകർത്തുകളയണമേ കർത്താവ്. ഈ പിശാചിന്റെ ബെൽറ്റ് അങ്ങ് തകർത്തുകളയണമേ കർത്താവ്. കർത്താവേ, ഈ അന്ത്യകാലത്ത് അങ്ങ് പലതും തകർത്തുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പൊ ഞങ്ങൾ കേൾക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ തിന്മകൾ ഈ നാളെ തകർന്നു പോകുന്നുവെന്ന്, ഇതേപോലെ അങ്ങയുടെ സഭയിലെ തിന്മകൾ ഉണ്ടാക്കിയ ഈ റാക്കറ്റിനെ അങ്ങ് തകർത്ത് കളയണമേ കർത്താവേ. ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നത്, കർത്താവ്. അങ്ങയുടെ സത്യ സുവിശേഷം എല്ലാ സഭകളിലും കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങൊരുക്കണമേ കർത്താവേ. അതിനുവേണ്ടി ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണേ കർത്താവ്. അതിനുവേണ്ടി ധൈര്യത്തോടെ യുവാക്കന്മാരെ യുവതിമാരെ അങ്ങ് എഴുന്നേൽപ്പിക്കണേ കർത്താവ്. അതിനുവേണ്ടി വിശ്വാസികളെ അങ്ങ് ഒരുക്കണമെന്ന് കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തയേശുവിന്റെ ഒരു ജീവിതമാണ് എന്ന് ഓരോരുത്തർക്കും ബോധ്യമാകട്ടെ കർത്താവ്. അപ്പനെ ഒഴിവാക്കാനല്ല പുത്രനിലൂടെ അപ്പനിലേക്ക് എത്തുവാൻ തക്കവണ്ണമുള്ള ബോധം, സുബോധം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്ന, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഇതാകട്ടെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന. ഈ മക്കളെ ഏവരെയും ഏൽപ്പിക്കുന്നു. പ്രസകല ആവശ്യങ്ങളുടെ വില കൂട്ടായിരിക്കണം. എല്ലാ മേഖലയിലും ഈ മക്കളുടെ അനുഗ്രഹമായി വെളിപ്പെടുവാൻ, ഇവർ വായ തുറക്കുമ്പോൾ ആത്മാവിന്റെ നദി ഇവരൊന്ന് പുറപ്പെട്ട് അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പറഞ്ഞു. സർവമഹത്വം അങ്ങേക്ക് തരികയാണ്. കർത്താവേ, മറ്റന്നാൾ മുതൽ ആരംഭിക്കുന്ന റിട്രീറ്റ് ഞങ്ങളുടെ കരങ്ങളിൽ പ്രാർത്ഥന. അപ്പൊ അങ്ങ് ആഗ്രഹിക്കുന്ന ജനങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥന. ഓരോ ദുഷ്ടനും കർത്താവേ അവിടെ കടക്കാൻ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥന. അവിടെ അത്ഭുതകരങ്ങൾ ലഭിക്കുന്നു. സർവമഹത്വം അങ്ങേക്ക് തരിക. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രത്യേകിച്ച് ഡേവിഡിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കുരുട്ടുകളിലെ ദൈവം തുറക്കട്ടെ. ദൈവത്തിന്റെ സത്യം അറിഞ്ഞ അനേകർക്ക് ഇതുപോലെ തന്നെ പൗലോസിന് കൊടുത്ത മാനസാന്തരം പോലെ അദ്ദേഹത്തിനും ദൈവം യഹൂദന്മാരെ, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ യഹൂദനായിരുന്നെങ്കിൽ തുടർന്ന് ആര് ക്രിസ്തീയ ഭാഗത്തിലേക്ക് കടന്നു വന്നവനെ പോലെ ആയതുപോലെ ഈ നാളുകളിൽ ഈ ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആയതുപോലെ, ഇതിനെതിരെ നിന്നിട്ട് സംസാരിച്ചതുപോലെ എന്നല്ല, ദൈവരാജ്യ സുവിശേഷം മത്തായി 24:14 യേശുവിന്റെ കൽപ്പന പ്രകാരം സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരുക അങ്ങ് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. രാജ്യത്തിന്റെ സുവിശേഷം സർവ്വലോകത്തും പ്രഖ്യാപിക്കപ്പെടും. അതോടെ യുഗം അവസാനം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. പോരാട്ടം ഉള്ളത് പിശാചിനോടും അവന്റെ തന്ത്രങ്ങളോടുമാണ്. അവനാണ് മനുഷ്യ മനസ്സുകളെ ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതേപോലെ തന്നെ എതിർക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരും ഒരു നാളെ തിരിഞ്ഞ് ഈ ദൈവരാജ്യ സന്ദേശത്തിലേക്ക് യേശു പ്രസംഗിച്ച കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ഈ സന്ദേശത്തിലേക്ക് അവരും കടന്നു വരും. ദൈവം എവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.